Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ മൂന്നാമത്തെ ദിവസത്തെ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഷെക്കേന ടെലിവിഷൻ ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഈ വചനപ്രഘോഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 100% ഉറപ്പാണ്, ഈ വചനം ഏതൊക്കെ കുടുംബങ്ങളിൽ മുഴങ്ങപ്പെടുന്നുവോ ആ ഭവനങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ലഭിക്കുകയാണ്. ഈ വചനാഭിഷേകം കർത്താവ് തെരഞ്ഞെടുത്തതാണ്, കർത്താവിൻ്റെ പദ്ധതിയാണ്. ദൈവം ഈ വചനത്തിലൂടെ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ മൂലം, മഹാമാരികൾ നിമിത്തം വേദനിക്കുന്ന അനേകായിരങ്ങൾ ഈ ടെലിവിഷനിലൂടെയും ഈ യൂട്യൂബിലൂടെയും ഈ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും, നിരാശപ്പെട്ടിരിക്കുന്നവരെയും, വേദനിക്കുന്ന എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ലഭിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും വലിയ കൃപ ലഭിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഈശോയെ ആരാധന. യേശുവേ ആരാധന. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. കർത്താവേ ആരാധന. കർത്താവേ ആരാധന. ദൈവമേ ആരാധന. ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. കർത്താവായ ഈശോയെ. കർത്താവായ ഈശോയെ. കർത്താവായ ഈശോയെ. കർത്താവായ ഈശോയെ. ഈ സമയത്ത് ഞങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത് അവിടുത്തെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ, ഈ വചനത്തിന്റെ വലിയ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ മാരകമായ രോഗങ്ങളിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, വിഷാദത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. യേശുവേ, ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങള്, അകൃത്യങ്ങള്, ഞങ്ങളുടെ സ്വാർത്ഥത, ഞങ്ങളുടെ കൃപയില്ലാത്ത ജീവിതങ്ങള് യേശുവേ ഞങ്ങളോട് പൊറുക്കണമേ. ലോകത്തിനോട് പൊറുക്കണമേ. യേശുവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾക്ക് വേണ്ടി ഗാഗുൽത്താമലയിൽ കുരിശിൽ തൂങ്ങി അവിടുന്ന് നെഞ്ച് കുത്തി തുറന്ന് രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് മാനവകുലത്തിന് ഭോജനം കൊടുത്തുവല്ലോ. ഈശോയെ, ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ലോകത്തെ കഴുകണമേ. മഹാമാരിയിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കോവിഡ് രോഗങ്ങളിൽ നിന്ന്, കൊറോണ വൈറസിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുഷ്ടാരൂപിയും പ്രബലപ്പെടാൻ അവിടുന്ന് അനുവദിക്കല്ലേ. ഹല്ലേലൂയ. 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 യേശുവേ, വിളിച്ചേ യേശുവേ. യേശുവേ, അവിടുന്നാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ തൊഴിൽ മേഖലയുടെയും നാഥനും രക്ഷകനുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, അവിടുന്നാണ് എന്റെ രക്ഷകനെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അപ്പോൾ എനിക്ക് ഒരനർത്ഥവും വരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തി, നിന്റെ നാമത്തിന്റെ നിന്റെ ശക്തി, അധികാരത്തിന്റെ ശക്തി, നിന്റെ അധികാരത്തിന്റെ കത്തോലിക്ക സഭയുടെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി, അവിടുന്ന് പ്രയോഗിക്കണമേ, പ്രയോഗിക്കണമേ, പ്രയോഗിക്കണമേ. പ്രയോഗിക്കണമേ. യേശുവേ, യേശുവേ, ഞങ്ങളെ ഭയത്തിൽ നിന്ന് രക്ഷിക്കണമേ. യേശുവേ, ലോകത്തെ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ കർത്താവേ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കണമേ. കടബാധ്യതകളിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ കർത്താവേ, എന്റെ കുടുംബത്തോട്, എന്റെ മക്കളോട്, എന്റെ തലമുറയോട് കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത് കർത്താവാണ്. കാരണം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പങ്കുചേരുന്നത്. അനവധി പേർക്ക് അനവധി സൗഖ്യങ്ങൾ ലഭിച്ചതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ കൺവെൻഷനിലൂടെ നിരവധി പേർക്ക് സൗഖ്യം ലഭിച്ചതായി ടെലിഫോണുകളിലൂടെ അനവധി പേർ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി. മദ്യപാനികൾ തീരുമാനമെടുത്തു, ഇന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾ മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്ത വ്യക്തികൾ വിളിച്ച് സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവര്, മുട്ടുകാലിന് വലിയ വേദന അനുഭവിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന ഒരു മകളെ കർത്താവ് ഈ ടെലിവിഷൻ കൺവെൻഷനിലൂടെ കർത്താവ് സുഖപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യം കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവര്, വിട്ടുമാറാത്ത ഉദരവേദന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ഈ ധ്യാനത്തിൻ്റെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിനത്തിൽ മരുന്ന് കഴിച്ചിട്ട് മാറാതിരുന്ന ആ രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏറ്റവും വലിയ ഡോക്ടറാണ്. ഏറ്റവും വലിയ ഡോക്ടർ കർത്താവാണ്. ആ കർത്താവിന് നമ്മെ സുഖപ്പെടുത്താൻ സാധിക്കും. ആ കർത്താവിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും. ആ കർത്താവിന് ഈ ലോകത്തിന് വിടുതൽ കൊടുക്കാൻ, വിമോചനം കൊടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഒന്നു ചേർന്നിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്താലാണ്. കർത്താവാണ് രക്ഷിക്കുന്നത്, കർത്താവാണ് നമ്മളെ ഏറ്റെടുക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവായ ഈശോ സദാ സന്നദ്ധനാണെന്ന് തിരിച്ചറിയ. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവർ ഭവനങ്ങളിലേക്ക് ഇരുന്നു കൊണ്ട് സാധിക്കുന്നവർ ഓർക്കണം, ഇതാ പതിനായിരങ്ങൾ നമ്മളോടൊപ്പം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ മക്കളെ, ഭവനങ്ങളിൽ ഇരുന്ന് സ്തുതിക്കട്ടെ. ഏത് മേഖലയിലാണ് കർത്താവിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടത്? ഏത് മേഖലയിലാണ് സൗഖ്യം വേണ്ടത്? ക്യാൻസർ ആണോ, അർബുദമാണോ, തലവേദനയാണോ, തലകറക്കമാണോ, പെടലി വേദനയാണോ, കിഡ്നി സംബന്ധമായ രോഗങ്ങളാണോ, അലർജി രോഗങ്ങളാണോ, ക്ഷയരോഗങ്ങളാണോ, ആസ്മ രോഗങ്ങളാണോ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നിന്റെ കടബാധ്യതകളുടെ മേൽ ഇടപെടാൻ കഴിയുന്ന കർത്താവാണ്. നിന്റെ സ്ഥലക്കച്ചവടത്തിന്റെ മേൽ ഇടപെടാൻ കഴിയുന്ന കർത്താവാണ്. നിന്റെ ബിസിനസിന്റെ മേൽ ഇടപെടാൻ കഴിയുന്ന കർത്താവാണ്. സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. യേശുവേ വിളിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം ലഭിക്കട്ടെ, വലിയ അഭിഷേകം ലഭിക്കട്ടെ, വലിയ അഭിഷേകം ലഭിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി, ദൈവനാമത്തിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, ആദിമ ക്രൈസ്തവ സഭയുടെ ശക്തി പ്രകടമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇനി ആഗ്രഹിക്കേണ്ടത് മക്കളെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ സന്നിധിയിലേക്ക് കർത്താവ് തരാൻ പോകുകയാണ്. ദൈവാത്മാവിനാൽ നാം നിറയപ്പെടാൻ പോകുകയാണ്. കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യവും കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണവും ഇതാ നമ്മോടെല്ലാവരുടെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ യേശു നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരാനായി തൻ്റെ ഹൃദയം തുറന്ന് ആ ഹൃദയത്തിൽ നിന്ന് തിരുരക്തം നമ്മുടെ മേൽ ഒഴുക്കുകയാണ്. ആ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ പുത്തനൊരു ഉണർവ്. പ്രിയപ്പെട്ടവരെ, ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇപ്പോൾ ദൈവാത്മാവ് ഇറങ്ങി വരാൻ പോകുകയാണ്.
നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടും നമുക്ക് സ്തുതിക്കാമോ? പ്രാവിന്റെ രൂപമോ അഗ്നിനാവിന്റെ രൂപമോ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ ഇരുന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നിറയുന്നതായി, നമ്മുടെ രോഗങ്ങളിലേക്ക് വന്ന് നിറയുന്നതായി, നമ്മുടെ സങ്കടങ്ങളിലേക്ക് വന്ന് നിറയുന്നതായി, വിദേശങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതായി കണ്ടുകൊണ്ടൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ഈശോയെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ ഈ ലോകത്തിന്റെ മേൽ ഇറങ്ങി വരണമേ. ഈശോയെ ലോകാരംഭത്തില് വെള്ളത്തിന് മീതെ ചിറകടി ശബ്ദമായിട്ട് ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ്, അതേ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളിലേക്ക്, എന്റെ രോഗങ്ങളിലേക്ക്, എന്റെ തളർച്ചകളിലേക്ക്, എന്റെ തകർച്ചകളിലേക്ക് ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. ഇപ്പോൾ സ്ത്രീഹന്മാരെ ബലപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവ് നിന്നെയും നിന്റെ കുടുംബത്തെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഭാഷാപരമുള്ള മക്കളെല്ലാം ഭാഷ വരുത്തി സ്തുതിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇറങ്ങി വരട്ടെ. ആത്മാവ് ഇറങ്ങി വരട്ടെ. നിന്റെ കാൽപാദം മുതൽ തലവരെ ഷിവറിംഗ് അനുഭവപ്പെടട്ടെ, വിറയൽ അനുഭവപ്പെടട്ടെ. ദൈവാത്മാവിന്റെ പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ. അകതാരിലുണർവിന്റെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പനിനീരു തൂകി പരിശുദ്ധാത്മാവിനെ തരണേ. അവിരാമം ഒഴുകി വരൂ എല്ലാ കുടുംബങ്ങളിലേക്ക്. വരദാനവാരിദേ ഫലമേകുവാനായി അനസ്യൂതം ഒഴുകി വരൂ. പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ. തന്നാലും നാദാ കരങ്ങളെല്ലാവരും ഉയർത്തിപ്പിടിച്ച് ആത്മാവിനെ നിന്റെ ആത്മാവിനെ തരണമേ. ആശ്വാസദായകനേ എല്ലാവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരട്ടെ. തന്നാലും നാദാ ആഗ്രഹിച്ച് 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 പാടിക്കേ. നിൻ ജീവനേ യേശുവേ നിന്റെ ശക്തി നിത്യ സഹായകനേ ക്രമരഹിതമായ ഭൂമിയെ നേരെയാക്കിയ ദൈവത്തിന്റെ ശക്തിയെ തന്നാലും നാദാ ജീവനില്ലാത്ത മനുഷ്യ ശരീരത്തിന് മേൽ ജീവൻ കൊടുത്ത പരിശുദ്ധാത്മാവേ ആത്മാവിനെ ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ പ്രവാസികളിലേക്ക് ആശ്വാസദായകനേ യേശുവേ നിന്റെ കൃപ അങ്ങോട്ട് വന്ന് നിറയട്ടെ. തന്നാലും നാദാ എല്ലാ മക്കളും ചേർന്ന് പാടിക്കേ. നിൻ ജീവനേ ആത്മാവേ നിത്യ സഹായകനേ എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. പാപവും പുണ്യവും യേശുവേ വേർതിരിച്ചേകുന്ന In the name of Jesus. ജ്ഞാനമായി ഒഴുകി വരൂ. കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് ലോകം നിറയട്ടെ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന എല്ലാ മക്കളുടെ ബലഹീനമായ എല്ലാ മേഖലകളിലേക്ക് സ്നേഹമായി ഒഴുകി വരൂ. എല്ലാവരും ചേർന്ന് തന്നാലും നാഥാ തന്നാലും നാദാ ആത്മാവിനെ ശക്തി പ്രാപിക്കട്ടെ. എല്ലാ മക്കളും ശക്തി പ്രാപിക്കട്ടെ. ആശ്വാസദായകനേ യേശുവേ തന്നാലും നാദാ നിൻ ജീവനേ നമ്മുടെ ഭവനം, വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ അതിരുകള്, നിത്യ കൃഷി മേഖലകള്, കൃഷി സ്ഥലങ്ങള്,
നമ്മുടെ തൊഴിൽ മേഖലകൾ, മത്സ്യബന്ധന മേഖലകൾ എല്ലാം സമർപ്പിച്ചോ. തന്നാലും നാദാ വിദേശങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ആത്മാവിനെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ വന്ന് നിറയുന്നു. ആശ്വാസദായകനേ വൈറസ് ബാധയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങട്ടെ. തന്നാലും നാദാ യേശുവേ, നിൻ ജീവനേ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. നിത്യ സഹായകനേ എല്ലാവരും വിളിച്ചോ, എല്ലാവരും വിളിച്ചോ മക്കളെ, എല്ലാവരും വിളിച്ചോ. റുഹാനെ വിളിച്ചോ, കരങ്ങൾ ഉയർത്തി വിളിച്ചോ. റുഹായുടെ പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ. വിളിച്ചോ 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 മക്കളെ. റുഹായെ വിളിച്ചോ, റുഹായെ വിളിച്ചോ, വിളിച്ചോ വിളിച്ചോ. എല്ലാവരും ചെയ്തോ. റുഹ റുഹ റുഹ. ആത്മാവേ, റുഹായെ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ശക്തിയെ, പുത്തൻ അഭിഷേകം കൊണ്ട് നിറക്കട്ടെ. എല്ലാവരും വിളിച്ചോ മക്കളെ. റിയാ 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 റിയാ. റുഹായേ 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 റുഹായേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, റുഹാ തമ്പുരാനേ, പരിശുദ്ധാത്മാവേ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നമ്മളിങ്ങനെ റുഹായെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയ കലഹത്തിന്റെ ദുരാത്മാക്കൾ നിരന്തരം ശല്യപ്പെടുത്തുന്ന ഒരു 50 കുടുംബങ്ങളെ കർത്താവ് ഇപ്പോൾ തന്നെ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് വലിയൊരു അഭിഷേകം ലഭിക്കുകയാണ്. ഇന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛന് വേറെ അഭിഷേകം ഉണ്ട്. പഠന വൈകല്യമുള്ള ഒരു 40ഓളം വിദ്യാർത്ഥികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങുന്നതായിട്ട് അച്ഛനെ കാണിച്ചു തരികയുണ്ടായി. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ 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 അങ്ങനെ പ്രാർത്ഥിച്ച് 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 പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ലഭിക്കട്ടെ. ഒരു കിഡ്നി രോഗിയെ കർത്താവ് ഇപ്പോൾ തന്നെ ഈ ഷെക്കീന ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ കിഡ്നി രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തുന്ന വലിയൊരു അഭിഷേകം ലഭിക്കുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഇടത് കണ്ണിന് വലിയ ശക്തമായ വേദനയും പഴുപ്പും, അതിന് വളരെ അസ്വസ്ഥത, ഒരു 4-5 മാസമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് ആ കണ്ണിലേക്ക് അയച്ച് കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ആ കണ്ണുകൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ, വിളിച്ചേ യേശുവേ യേശുവേ യേശുവേ. കടബാധ്യതകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാനായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ കാണുന്നുണ്ട്. ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ കണ്ണുനീരിന്റെ മേൽ, നിന്റെ കടബാധ്യതകളുടെ മേൽ, നിന്റെ ആ ഊരാ കുടുക്കിന്റെ മേൽ ദൈവാത്മാവ് ഇപ്പോൾ ഇറങ്ങി വരുന്നുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന 12 കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ്, ശക്തനായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി വരുന്നു. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന 9 ആൺകുട്ടികൾക്ക് ദൈവ വിളിക്കുള്ള ശക്തമായ പ്രചോദനം ലഭിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റുഹബബ റുഹബബ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഇടത് കൈയിലെ തളർച്ചകൾ അനുഭവപ്പെട്ട് ഇടത് കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള 7 പേരെ കർത്താവ് ഇപ്പോൾ അവരുടെ കരങ്ങളെ ഇപ്പോൾ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. അവർക്ക് കരങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും എന്ന് നോക്കട്ടെ. വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ അത്ഭുതം നടക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആമേൻ ആമേൻ. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനുമുള്ള ഈ വൈറസ് ബാധയിൽ മൂലം കൊറോണ ബാധിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അല്പനേരം
നമ്മൾ കണ്ണുകൾ അടച്ച് കരങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഈ ചാനലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകം മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് രോഗികളാണ് എൻ്റെ പ്രിയപ്പെട്ടവര്. നാം ഒരാൾ പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ലക്ഷക്കണക്കിന് കോവിഡ് ബാധിതരെ സുഖപ്പെടുത്താൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുനീരോടെ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മാരക രോഗത്തെ ലോകത്തിൽ നിന്ന് ഇല്ലാതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തി, നിന്റെ അധികാരത്തിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി എല്ലാ കോവിഡ് ബാധിതരുടെ മേൽ ഇപ്പോൾ ഇറങ്ങി വന്ന് അനേക വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവ് ഇടപെടുന്നു. അത്ഭുതം നടക്കുന്നു. പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം ആലപിച്ച് കർത്താവിനെ നമുക്കിപ്പോൾ മഹത്വപ്പെടുത്താം. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങളടിച്ചോ മക്കളെ, കരങ്ങളടിച്ചോ. എല്ലാവരും അവരുടെ ഭവനങ്ങളിലിരുന്ന് ഈശോ, 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 അത്ഭുത ശക്തി, ഈശോ, പാവ, 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 ഈശോ, ഈശോ, ഈശോ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പെന്തക്കൊസ്ത നാളിൽ കൊടുങ്കാറ്റു വേഗത്തിൽ അഗ്നിനാളമായി തീർന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. പെന്തക്കൊസ്ത നാളിൽ കൊടുങ്കാറ്റു വേഗത്തിൽ അഗ്നിനാളമായി തീർന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ.
സ്വർഗം തുറക്കുന്നതും ദൈവമേരിക്കുന്നതും കാണുവാൻ എന്നുൾ കണ്ണു തുറക്കേണമേ. സ്തെഫാനോസിനെ പോലെന്നും എന്നും ഞങ്ങളെ സത്യത്തിൻ്റെ സാക്ഷികളാക്കേണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമേരിക്കുന്നതും കാണുവാൻ എന്നുൾ കണ്ണു തുറക്കേണമേ. സ്തെഫാനോസിനെ പോലെന്നും എന്നും ഞങ്ങളെ സത്യത്തിൻ്റെ സാക്ഷികളാക്കേണമേ. നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, 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 നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പുത്രൻ അഭിഷേകം ലോകത്തിന്റെ മേൽ വന്ന് നിറയട്ടെ. ഈ ലോകത്തെ ശക്തിപ്പെടുത്തട്ടെ. മാരകമായ രോഗങ്ങളെല്ലാം ബഹിഷ്കരിക്കപ്പെടട്ടെ. അന്ധകാര സ്വാധീനങ്ങളെല്ലാം വിട്ടുമാറട്ടെ. സാത്താന്റെ ശക്തി തകർക്കപ്പെടട്ടെ. സാത്താന്റെ ശക്തി തകർക്കപ്പെടട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ അകൃത്യങ്ങളെല്ലാം മായ്ക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ, ഞങ്ങളുടെ ആകുലതകളുടെ മേൽ, ഞങ്ങളുടെ കുറവുകളുടെ മേൽ ഇറങ്ങി വരണമേ. ഈ ലോകത്തെ ശക്തിപ്പെടുത്തണമേ. ലോകത്തെ ബലപ്പെടുത്തണമേ. ശക്തി കൊടുക്കണമേ. സാത്താനെ ബഹിഷ്കരിക്കണമേ. പാപത്തെ ബഹിഷ്കരിക്കണമേ. തിന്മകളെ ബഹിഷ്കരിക്കണമേ. അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ sangue d'acque scaturisce dal cuore di Gesù come sorgente della misericordia per noi. Io confido in te Gesù. അങ്ങയുടെ തിരുരക്തത്തിനോട് ഞാൻ എൻ്റെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആമേൻ, ആമേൻ. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ശാന്തമായിട്ട് ഇരുന്നേ. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടിരുന്നേ. കർത്താവ് നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു മക്കളെ. അതുകൊണ്ടാണ് അച്ഛനെ കോഴിക്കോട് നിന്ന് ഇവിടെ തൃശ്ശൂർ വന്ന് ഈ ഷെക്കേന ആ മിനിസ്ട്രി ശുശ്രൂഷയ്ക്ക് കർത്താവ് തിരഞ്ഞെടുത്തത്. ഈ കൺവെൻഷനിലൂടെ അനേക കുടുംബങ്ങൾക്ക് വിടുതൽ കൊടുക്കുകയാണ്. ഇന്ന് ഈ ദിവസം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചത് ഈ മഹാമാരിയെ ലോകത്തുനിന്ന് ഇല്ലാതാക്കണമെന്നാണ്. എനിക്കുറപ്പാണ് മക്കളെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഈ മഹാമാരിയെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കും. ഇന്നലെ വൈകുന്നേരം എൻ്റെ സെക്രട്ടറിയും ഡ്രൈവറും ഒക്കെ ആയിട്ട് എന്നെ സഹായിക്കുന്ന ബ്രദർ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അച്ഛാ എൻ്റെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞു, എനിക്ക് നെഗറ്റീവാണ്. കർത്താവിൻ്റെ പരിപാലന എന്നെ രക്ഷിച്ചിരിക്കുന്നു. കാരണം ഈ സഹോദരൻ 2 വൈദികരെ നാഗാലാൻഡ് കൊണ്ടുപോയി ആക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാഹനം ഓടിച്ച് നാഗാലാൻഡ് പോവുകയും തിരിച്ചു വന്ന് 14 ദിവസം ക്വാറന്റൈനിലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഓരോ ദിവസവും കരുണക്കൊന്ത് ചൊല്ലിയും പ്രാർത്ഥിച്ചിരുന്നു. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നെഗറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവേ നന്ദി, ഈശോയെ നന്ദി. അപ്പം അങ്ങനെ ഈ ഒരു വിഷയം ഇന്നലെ മുതൽ എൻ്റെ തലയിൽ ഇങ്ങനെ ഉണ്ട്. എന്താണ് ഈ പകർച്ചവ്യാധിയുടെ, ഈ മഹാമാരിയുടെ ദൈവശാസ്ത്രം? ബൈബിൾ എന്താണ് ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്? ഇതായിരുന്നു എൻ്റെ ചിന്ത. കാരണം ഈ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം, നമ്മളെല്ലാവരും വളരെയധികം ഭയത്തിലാണ്. നമുക്ക് ആകെ നിരാശയുണ്ട് പലർക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലോകം മുഴുവൻ, ലോക നേതാക്കന്മാർ, സയൻറ്റിസ്റ്റുകൾ, വിദ്യാർത്ഥികൾ എല്ലാവരും ആകെ വിറങ്ങലിച്ച് നിൽക്കുക. നമ്മുടെ സമ്പത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഉപജീവനത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും മാരകമായിട്ടുള്ള നമ്മുടെ വിദേശങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ രോഗങ്ങൾ വരികയും അനവധി പേര് മരണമടയുകയും ചെയ്യുന്നത് നമ്മൾ ആകെ ഞെട്ടലോടുകൂടിയാണ് അത് കാണുന്നത്.
അപ്പൊ എന്താണ് ബൈബിള് ഈ വിഷയത്തെക്കുറിച്ച് പറയണത്? അതായിരുന്നു എൻ്റെ ചിന്ത. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, ബൈബിൾ ഈ മഹാമാരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ. കാരണം ഈ ലോകത്ത് പല കാലഘട്ടങ്ങളിൽ അനവധിയായ മഹാമാരികൾ വന്നിട്ടുണ്ട്. നമ്മുടെ സൂററ്റിൽ പ്ലേഗ് പടർന്ന് ഒരു കവി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരിക്കലൊരു സദാനന്ദൻ എന്ന് പറയുന്ന ഒരു വൃദ്ധൻ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോൾ ഒരു കാറ്റ് അതിലൂടെ കടന്നുപോയി. അപ്പം കാറ്റിനോട് ഈ വൃദ്ധൻ ചോദിച്ചു, അല്ലയോ കാറ്റ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇതൊരു കവിതാ ശകലമാണ്, ഒരു കവി എഴുതിയതാണ്. അപ്പം ഈ കാറ്റ് പറയാണ്, ഞാൻ സൂററ്റിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് എനിക്ക് 100 പേരുടെ ജീവൻ അപഹരിക്കണം, എന്നിട്ട് എൻ്റെ കൊച്ചുമകളുടെ കല്യാണം നടത്തണം. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം പത്രം തുറന്ന് നോക്കിയ സദാനന്ദൻ എന്ന വൃദ്ധൻ പത്രവാർത്ത കണ്ട്, ഇതാ സൂററ്റിൽ പ്ലേഗ് പടരുന്നു, അവിടെ മരണം 2. അപ്പോൾ ഈ വൃദ്ധൻ സ്വയം ചിന്തിച്ചു, ഇതാ പ്ലേഗ് അതിൻ്റെ താണ്ഡവം ആരംഭിച്ചു. മരണം, അവിടെ കൊച്ചുമകൾ പ്ലേഗിൻ്റെ വിവാഹം ആഘോഷിക്കുന്നതിന് ഇതാ താണ്ഡവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം ഇതാ പ്ലേഗ് പടരുന്നു, മരണം 100 കവിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വൃദ്ധൻ കരുതി, അതാ മരണം, അവളുടെ കൊച്ചുമകൾ പ്ലേഗിൻ്റെ വിവാഹം ആഘോഷിക്കാൻ 100 പേരുടെ മരണമാണ് അവൾ കണ്ടത്. അതുകൊണ്ട് ഇതാ 100 പേര് മരിച്ചിരിക്കുന്നു. എന്നാൽ പിറ്റേ ദിനത്തെ പത്രം കണ്ടപ്പോൾ ഈ വൃദ്ധൻ ഞെട്ടിപ്പോയി. ഇതാ സൂററ്റിൽ പ്ലേഗ് പടരുന്നു, മരണം 1000 കവിഞ്ഞിരിക്കുന്നു. ഈ വൃദ്ധന് ദേഷ്യം വന്നു. ആൾ എഴുന്നേറ്റ് നിന്ന് മരണത്തിനോട് ചോദിച്ചു, അല്ലയോ മരണമേ, നീ കള്ളിയാണ്. നീ കാറ്റിനോടൊപ്പം പോയപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? അപ്പോൾ നീ മറുപടി പറഞ്ഞു, ഇതാ ഞാൻ സൂററ്റിലേക്ക് പോവുകയാണ്, പ്ലേഗിൻ്റെ വിവാഹം ആഘോഷിക്കാൻ പോവുകയാണ്, എനിക്ക് 100 പേരുടെ ജീവനാണ് അപഹരിക്കേണ്ടത്. ഇപ്പോൾ ഇതാ 1000 പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ ഈ വൃദ്ധൻ ദേഷ്യപ്പെട്ടു മരണത്തിനോട്. അപ്പോൾ ഈ മരണം വൃദ്ധനോട് പറയുക, അല്ലയോ സഹോദര, ഞാൻ 100 പേരുടെ ജീവൻ മാത്രമേ അപഹരിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതാ സൂററ്റിൽ പ്ലേഗ് പടരുന്നു എന്ന് കേട്ട് ഭയപ്പെട്ടാണ് മറ്റുള്ളവരൊക്കെ മരണമടഞ്ഞത്. ഇത് വെറും ഒരു കവിതാശകലം അല്ലെങ്കിൽ ഒരു കവിയുടെ ഭാവനയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇതാ വലിയ ഈ മഹാമാരി പടർന്നു പിടിക്കുമ്പോൾ നമ്മൾ പലരും ഭയത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, നമ്മുടെ തൊഴിൽ മേഖലകളെ ഓർത്ത് എല്ലാവരും അസ്വസ്ഥരാണ്. ലോകം മുഴുവൻ അസ്വസ്ഥതയാണ്. ഇത് പല കാലഘട്ടങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗം വന്നപ്പോൾ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ ഫാദർ ഡാമിയൻ മുന്നിട്ടിറങ്ങിയത് നമുക്കറിയാം. അപ്പോൾ കുഷ്ഠരോഗം ഒരു കാലത്ത് വലിയ ദുരന്തമായിരുന്നു. അതുപോലെ തന്നെ റോമിൽ പ്ലേഗ് പടർന്നപ്പോൾ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ എന്ന ഈശോ സഭ സെമിനാരിയൻ തൻ്റെ ജീവൻ ബലി കൊടുത്തത് നമുക്കറിയാം. അദ്ദേഹം തൻ്റെ ജീവൻ മറന്ന് ആ തെരുവിലുള്ള രോഗികളെല്ലാം പോയി ശുശ്രൂഷിക്കുകയും മരണമടഞ്ഞവരെ നല്ല സംസ്കാരം കൊടുക്കുകയൊക്കെ ചെയ്ത വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ. അങ്ങനെ അനവധി ചരിത്രങ്ങൾ നമുക്കുണ്ട്. ഈ കോവിഡ് ദുരന്തത്തിൻ്റെ ഇടയിലും നമുക്കറിയാം, ഇറ്റലിയിൽ തൻ്റെ ശ്വസിക്കാനുള്ള ഉപകരണം വേണ്ട എന്ന് വെച്ച ഒരു വൈദികൻ, എന്നിട്ട് ഒരു യുവാവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അത് നൽകിക്കൊണ്ട് സ്വയം മരണത്തിന് സമർപ്പിച്ച ആ വൃദ്ധനായ വൈദികൻ്റെ കഥയും നാം ഈ ഒരു കാലഘട്ടത്തിൽ കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പല സമയങ്ങളിൽ പലപ്പോഴായി ഈ പകർച്ചവ്യാധികൾ, ഈ ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടാറുണ്ട്. ആ സമയങ്ങളിലെല്ലാം മനുഷ്യർ പകച്ചു പോകാറുണ്ട്. അങ്ങനെ പകച്ചുപോയ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ദാവീദ് മഹാരാജാവ്, നമുക്കറിയാം, അദ്ദേഹം ആട്ടിടയനായിരുന്നു. അദ്ദേഹത്തെ ദൈവം തെരഞ്ഞെടുത്തു. ദാവീദിനെ തെരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ദൈവം രാജാവായി അഭിഷേകം ചെയ്തിരുന്ന സാവൂള് തൻ്റെ ദുർവൃത്തികൾ നിമിത്തം, തൻ്റെ ദുഷ്ടത നിമിത്തം ദൈവത്തിനെതിരായി പാപം ചെയ്തപ്പോൾ സാവൂളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുകയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ വിട്ടുപോകുക എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കൃപ പോയി കഴിഞ്ഞാൽ
അവിടെ വരുന്നത് നമുക്കറിയാം, വലിയ ദുരന്തമാണ്, വലിയ ട്രാജഡിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ദുരന്തമാണ് സാവൂൾ രാജാവിൻ്റെ മേൽ വന്ന് പതിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണകഥ നമുക്കറിയാം. അദ്ദേഹം ഫിലിസ്തീർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. മക്കളെല്ലാം മരണപ്പെട്ടു. ഏറ്റവും അവസാനം ഫിലിസ്തീയരുടെ കൈകളിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു, നീ ആ വാളെടുത്ത് എന്നെ കുത്തിക്കൊല്ല്, അല്ലെങ്കിൽ വിജാതിയർ എന്നെ പിടികൂടുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യും. എന്നാൽ ആയുധവാഹകൻ പറഞ്ഞു, ഇല്ല, അഭിഷിക്തൻ്റെ മേൽ ഞാൻ കരങ്ങൾ വയ്ക്കില്ല. അതുകൊണ്ട് സാവൂള് തന്നെ തൻ്റെ വാള് നിലത്ത് കുത്തിവെച്ച് അതിന്മേലേക്ക് വീണ് മരണം അടയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എന്നിട്ടും മരണമടഞ്ഞില്ല. അവിടെ ജീവന് വേണ്ടി നിലവിളിച്ച് കിടക്കുമ്പോൾ ഒരു വിജാതിയൻ വന്നാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അപ്പൊ അത്രമാത്രം ദുരന്തമായ ഒരു കഥാപാത്രമായി സാവൂള് മാറുന്നു. അതിന് കാരണം എന്താണ്? ദൈവം തനിക്ക് നൽകിയ അഭിഷേകത്തെ, ദൈവം തനിക്ക് നൽകിയ കൃപയെ, ദൈവം തനിക്ക് നൽകിയ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം അതിൻ്റെ യോഗ്യതയനുസരിച്ച് ജീവിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം തിരസ്കൃതനാകുന്ന കഥ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ സാവൂള് തിരസ്കൃതനായതുകൊണ്ടാണ് ആട്ടിടയനായ ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നത്. ആട്ടിടയനായ ദാവീദിനെ മഹാരാജാവായി അഭിഷേകം ചെയ്തു. മാത്രമല്ല, അദ്ദേഹത്തിന് ഐശ്വര്യം കൊടുത്തു, സമ്പൽ സമൃദ്ധി കൊടുത്തു, വലിയ സൈന്യങ്ങളെ കൊടുത്തു. പലപ്പോഴും വൻ സൈന്യങ്ങൾ ഇസ്രയേലിൻ്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ ദൈവം തന്നെ ഇസ്രയേലിൻ്റെ നായകത്വം ഏറ്റെടുത്തു. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. പല ശത്രുദോഷങ്ങളിൽപ്പെട്ട് ഉഴലുന്ന സമയത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദാവീദ് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കാരുണ്യം എപ്പോഴും ദാവീദിൻ്റെ കൂടെ ഉണ്ടായി. അതുകൊണ്ട് വലിയ സൈന്യങ്ങൾ പോലും ദാവീദിനെതിരെ വന്നപ്പോൾ ചെറിയ സൈന്യം ഉപയോഗിച്ച് ദാവീദ് അവരെല്ലാം പരാജയപ്പെടുത്തി. അങ്ങനെ ഐശ്വര്യത്തില് ഉയർച്ചയില് ജീവിക്കുന്ന സമയത്ത് ദാവീദ് വലിയ ഒരു തെറ്റിലകപ്പെട്ടു. ഈ തെറ്റ് ആദത്തിൻ്റെ ഹവ്വയുടെ തെറ്റിനോളം ഉള്ളതാണ്. കാരണം ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ പോലെ ആകാനുള്ള ചിന്ത, അല്ലെങ്കിൽ സ്വാർത്ഥത, ഞാനെന്ന ചിന്ത, പൊങ്ങച്ചം, വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി, ലോകത്തിൻ്റെ മുൻപിൽ ഷോ ചെയ്യാനുള്ള ഒരു മനസ്സ്, ഇതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇതാ ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവപരിപാലനയിൽ ആശ്രയിക്കാതെ, തൻ്റെ ശക്തിയിൽ ആശ്രയിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവമാണ് തന്നെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് തനിക്ക് വിശ്വാസം നൽകിയത്, ദൈവത്തിൽ ആശ്രയിക്കാതെ തൻ്റെ കഴിവിൽ ഊറ്റം കൊള്ളാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മാനവകുലത്തിൻ്റെ വലിയൊരു പാപമാണത്. നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരരാണെന്ന് നമ്മൾ ഓർക്കാറില്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കഴിവിൽ ഞാൻ എൻ്റെ സുഖം, ഞാൻ മാത്രം, ദൈവത്തെ വേണ്ട, പള്ളിയെ വേണ്ട, സഹോദരങ്ങളെ വേണ്ട, അയൽവാസികളെ വേണ്ട, ഈ ഒരു മനോഭാവം വന്ന് അതുകൊണ്ട് ദാവീദിന് ഈ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടു. ദാവീദ് വിചാരിച്ചത് ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് കരുതി ദാവീദ് ഒരു തീരുമാനമെടുത്തു. എന്താണെന്നറിയാമോ? തൻ്റെ സേനാനായകന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക്, നമുക്ക് നല്ലൊരു സൈന്യത്തെ പടുത്തുയർത്തണം. നമുക്ക് ലോകത്തിൻ്റെ മുൻപിൽ വലിയ ഒരു വലിയ സൈന്യം നമുക്ക് രൂപീകരിക്കണം. ഇന്ന് നമ്മുടെ ലോകരാഷ്ട്രങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ? തങ്ങളുടെ രാജ്യങ്ങളിൽ പട്ടിണിയും ഒരുപാട് പേര് ദുരന്തത്തിൽ കഴിയുമ്പോൾ ലോകരാജ്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ആയുധങ്ങൾ വാരിക്കൂട്ടുന്നു, ആ സമ്പത്ത് ആ രീതിയിൽ ദൂർത്തടിക്കുന്നു. ഇതേപോലെയാണ് ദാവീദ് രാജാവിനും അപകടത്തിൽപ്പെട്ടത്. ഇദ്ദേഹം തൻ്റെ ജനത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, തൻ്റെ ജനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തൻ്റെ എനർജി ചെലവഴിക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്തത് എന്താ? നമുക്ക് സൈന്യബലം കൂട്ടണം, സൈന്യത്തെ. അതുകൊണ്ട് സേനാനായകന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളുടെ കണക്കെടുക്കുക,
എന്നിട്ട് സൈന്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ യോവാബ് എന്ന് പറയുന്ന പടനായകൻ പറയുന്നുണ്ട്, യജമാനനെ അങ്ങേ കണക്കെടുക്കണമെന്നുള്ളത് യുക്തമായ തീരുമാനം തന്നെയാണോ? പക്ഷേ വേറൊന്നും പറയാതെ അനുസരണയോടുകൂടി യോവാബ് രാജാവ് പറയുന്നതിനനുസരിച്ച് ചെയ്യുകയാണ്. അങ്ങനെ അവര് ജനങ്ങളുടെ എണ്ണമെല്ലാം എടുക്കുന്നു. എണ്ണമെടുത്തു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ദേശത്ത് 8 ലക്ഷം പേര് യുദ്ധത്തിനൊരുക്കമുള്ളവരുണ്ട്. യൂദാദേശത്ത് 5 ലക്ഷം പേരുണ്ട്. ദാവീദ് ഊറ്റം കൊള്ളാൻ തുടങ്ങി. പെട്ടെന്നാണ് ദാവീദിന് വലിയ കുറ്റബോധമുണ്ടായത്. ദാവീദിന് വലിയ കുറ്റബോധമുണ്ടാക്കിയ, ഞാൻ എന്താണ് ഈ ചെയ്തത്? എൻ്റെ നാഥനും രക്ഷകനും എന്നെ നയിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ഞാൻ എൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയാണോ? പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ബോധം ആ രാജാവിന് ലഭിക്കുകയാണ്. ഞാൻ എൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടം വരെ പോകാൻ സാധിക്കും? ദൈവമല്ലേ എൻ്റെ സൈന്യാധിപൻ, ദൈവമല്ലേ വലിയ ശത്രുക്കളിൽ നിന്നും വലിയ ദോഷങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുന്നവൻ. അങ്ങനെ ദാവീദിന് വലിയ കുറ്റബോധമുണ്ടായി. പിന്നെയും തോന്നി, ഞാൻ എൻ്റെ പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല ഇത് ചെയ്തത്, ഞാൻ എൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയല്ല ഇത് ചെയ്തത്, മറ്റ് രാജ്യങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പടപുറപ്പാടുകളൊക്കെ നടത്തിയത്. ഇതിലൂടെ ഞാൻ ചെയ്തത് എന്താണ്? എൻ്റെ സത്യദൈവത്തെ ഞാൻ ഉപേക്ഷിക്കാൻ, ഞാൻ കൽപ്പനകളുടെ നേരെ പുറംതിരിഞ്ഞു നിന്നു. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളൊരു കഥയുണ്ടല്ലോ, മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവിൻ്റെ മകൻ അലക്സാണ്ടർ ചക്രവർത്തി. ഫിലിപ്പ് രാജാവിന് ആരോ ഒരു നല്ലൊരു വെള്ളക്കുതിരയെ സമ്മാനം കൊടുത്തു. നല്ല മനോഹരമായൊരു വെള്ളക്കുതിര. ഈ വെള്ളക്കുതിരയെ ആർക്കും മെരിക്കാൻ കഴിയുന്നില്ല. നല്ല അശ്വാഭ്യാസികളൊക്കെ അവിടെ വന്ന് ഇതിനെ പറ്റുന്ന രീതിയിലേക്ക് അവർ പരിശ്രമിച്ചു. പക്ഷെ ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് യുവരാജാവ് അലക്സാണ്ടർ അവിടെ വരുന്നത്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, യജമാനന് പോകല്ലേ രാജകുമാര, ആ കുതിര വലിയ ശല്യക്കാരനാണ്, അവൻ അനുസരണയില്ലാത്തവനാണ്. അതിൽ കയറിയ എല്ലാ അഭ്യാസികളെയും വളരെ മിടുക്കരായിട്ടുള്ളവരെല്ലാം അശ്വപരിശീലകരെല്ലാം അവൻ ദൂരെ വലിച്ചെറിഞ്ഞു. ഉടനെ അലക്സാണ്ടർ ചക്രവർത്തി അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ആ വെള്ളക്കുതിരയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ആ വെള്ളക്കുതിരയെ പിടിച്ച് നേരെ സൂര്യൻ അഭിമുഖമായിട്ട് നിർത്തി. എന്നിട്ട് ആ കുതിരയുടെ മേൽ ചാടി കയറി വളരെ സുഖമായിട്ട് ഓടിച്ചു പോയി. കുതിര അലക്സാണ്ടർ ചക്രവർത്തി അനുസരിച്ചു. ഇത് മടങ്ങി വന്നപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, അല്ലയോ യുവരാജാവേ, അങ്ങ് എന്ത് ടെക്നിക്കാണ് ആ ചെയ്തത്? അപ്പോൾ യുവരാജാവ് പറഞ്ഞു, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഞാൻ സൂര്യന് അഭിമുഖമായിട്ട് കുതിരയെ നിർത്തി. നേരത്തെ സംഭവിച്ചെന്താ? സൂര്യന് പുറംതിരിഞ്ഞാണ് കുതിര നിന്നത്. അതുകൊണ്ട് അതിൻ്റെ നിഴല് കണ്ട് കുതിര പേടിക്കും. അതാണ് കുതിര ഇങ്ങനെ വെപ്രാളം കൊള്ളുകയും തൻ്റെ പുറത്തിരിക്കുന്നവരെ വലിച്ചെറിയുകയും ചെയ്തത്. ഇതാ സൂര്യൻ അഭിമുഖമായിട്ട് നിന്നപ്പോൾ നിഴലുകൾ കാണാതാകുകയും പിറകിലാകുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാവീദ് മഹാരാജാവിന് മനസ്സിലായി, ഞാൻ ദൈവത്തിന് പുറംതിരിഞ്ഞ് നിന്നപ്പോൾ ഇതാ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്, വലിയ കഷ്ടതകൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ദൈവത്തിന് അഭിമുഖമായി നിന്നപ്പോൾ കൃപകള്, വരങ്ങള്, അഭിഷേകം, ഉയർച്ച, സംരക്ഷണം ലോകം മുഴുവൻ്റെ മേലുണ്ടായി. ഇത് തന്നെയാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തില് നോഹിന്റെ ചരിത്രത്തിന് തൊട്ട് മുൻപ് മാനവകുലത്തിന് കൊടുത്ത് ദൈവം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ, മാനവകുലം പെറ്റ് പെരുകിക്കഴിഞ്ഞപ്പോൾ അവർ സ്വാർത്ഥമതികളായി, അഹങ്കാരികളായി, തമ്മിൽ തല്ലുന്നവരായി, വെറുപ്പ് വെച്ച് പുലർത്തുന്നവരായി, കലഹം വെച്ച് പുലർത്തുന്നവരായി. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ദൈവം തന്നെ ആത്മകഥം ചെയ്യുകയാണ്, ഈ മനുഷ്യരെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഈ മനുഷ്യർ മൂലം ഭൂമി ശപിക്കപ്പെട്ടതായല്ലോ എന്ന് വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ, നമ്മുടെ കുടുംബം ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ, ഈ ലോകം ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ,
അനവധിയായ അനർത്ഥങ്ങള്, നിഴലുകള്, ദോഷങ്ങള് നമ്മുടെ മേൽ വന്ന് സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ 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 ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങള്, അനർത്ഥങ്ങള്, തെറ്റുകള് ഞങ്ങളോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ദാവീദ് മഹാരാജാവ് വലിയ ധർമ്മസങ്കടത്തിലായിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഗാത്ത് പ്രവാചകൻ അവിടെ വരുന്നത്. പ്രവാചകനെ കണ്ടപ്പോൾ തന്നെ ദാവീദിന് മനസ്സിലായി, തൻ്റെ തെറ്റുകളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ദാവീദായിരുന്നു. നമുക്കറിയാം, സങ്കീർത്തനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നവനാണ്. തനിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങൾ ലഭിച്ചപ്പോൾ അഹങ്കാരിയായി തീർന്നത്, സ്വാർത്ഥമതിയായി തീർന്നത്. സങ്കീർത്തനം 20 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവര് കുതിരപ്പുറത്ത് വന്നോട്ടെ, അവര് രഥങ്ങളിൽ വന്നോട്ടെ, എന്നാൽ ദൈവമാണ് എൻ്റെ കാവൽക്കാരൻ, എനിക്കൊരു അനർത്ഥവും വരികയില്ല എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവനാണ്. സ്വന്തം കൈക്കരുത്തില് ഊറ്റം കൊള്ളാൻ വേണ്ടി പരിശ്രമിച്ചവൻ, തനിക്ക് വാളോ പടച്ചട്ടയോ ഒന്നും വേണ്ട, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കല്ലും കവണയുമായി ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഇറങ്ങിപ്പെട്ട ദാവീദാണ് ഇപ്പോൾ ദൈവകൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവില്, സ്വന്തം പൊങ്ങച്ചത്തില് അവൻ ആശ്രയിച്ചത്. ഗാദ് പ്രവാചകൻ വന്നപ്പോൾ തന്നെ ദാവീദിന് മനസ്സിലായി, ഇതാ ദൈവം തൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു. ദൈവത്തിന് തൻ്റെ പൊങ്ങച്ച ഇഷ്ടപ്പെട്ടിട്ടില്ല, നിന്റെ തലക്കനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, നിന്റെ സ്വാർത്ഥത ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ വിനയമാണ്, ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ എളിമയാണ്, ദൈവം ആഗ്രഹിക്കുന്നത് സർവ സൃഷ്ടിജാലങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ നീ എളിമയോടെ നിൽക്കുമ്പോഴാണ് ദൈവം നിന്നെ എടുത്ത് ഉയർത്തുന്നത് എന്ന ബോധ്യമാണ് നിനക്കുണ്ടാകേണ്ടതെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ ദാവീദ് മഹാരാജാവ് ചെയ്ത ഈ ഒരു തെറ്റിന് 24-ാം അധ്യായം 2 സാമുവേലിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ ഈ പ്രവാചകൻ വന്ന് പറയുകയാണ്, ദാവീദ് മഹാരാജാവേ, 3 ശിക്ഷകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഒന്ന്, 3 മാസത്തേക്ക് രാജ്യത്ത് വലിയ ക്ഷാമം നേരിടാൻ പോകുക, പട്ടിണി നേരിടാൻ പോകുക. 2, ഇതല്ലെങ്കിൽ നിങ്ങൾ ശത്രുക്കളാൽ വേട്ടയാടപ്പെടാൻ പോവുകയാണ്. 3, വലിയൊരു പകർച്ചവ്യാധി ആക്രമിക്കാൻ പോവുകയാണ്. ദാവീദ് മഹാരാജാവ് ഇങ്ങനെ ആലോചിച്ചു, എടാ, പട്ടിണിയാകുമ്പോൾ രാജ്യം മുഴുവൻ നശിക്കും, രാജ്യം നശിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ ആക്രമിക്കും. അത് പ്രകൃതിയിലൂടെ വരുന്ന ഒരു ശിക്ഷയാണ്. അതുകൊണ്ട് ദാവീദ് മഹാരാജാവ് പറഞ്ഞു, അയ്യോ, ക്ഷാമം വേണ്ട, പട്ടിണി വേണ്ട, ദാരിദ്ര്യം വേണ്ട. പിന്നെ 2-മത്തേതിനെ കുറിച്ച് ആലോചിച്ചു. 2-മത്തേത് എന്താണ് സംഭവം? ഞാൻ ശത്രു സൈന്യങ്ങളിൽ പെട്ട് വനവാസത്തിൽ അല്ലെങ്കിൽ പുറത്ത് ഓടി നടക്കണം, എൻ്റെ രാജ്യത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഞാൻ ശത്രു സൈന്യത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടാലോ, ഇത് ശത്രു ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. അതുകൊണ്ട് ആ ശിക്ഷയും വേണ്ട എന്ന് വെക്കുകയാണ്. 3-മത്തെ ശിക്ഷ പെട്ടെന്നുണ്ടാകുന്നൊരു മഹാമാരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൽ 2 സാമുവേൽ 24-ാം അധ്യായത്തിൽ ദാവീദ് പറഞ്ഞു, എന്നാൽ ആ മഹാമാരി വന്നോട്ടെ. വചനത്തിൽ നാം വായിക്കുകയാണ്, വലിയൊരു മഹാമാരി ഇസ്രയേലിൻ്റെ മേൽ ആഞ്ഞു പതിച്ചു. പെട്ടെന്ന് തന്നെ 70,000-ഓളം പേര് ഈ മാരകരോഗം നിമിത്തം, ഈ പകർച്ചവ്യാധി നിമിത്തം അവിടെ കൊല്ലപ്പെടുകയാണ്. ഇവിടെ ദാവീദ് ഈ മഹാമാരിക്ക് എതിരെ ചെയ്തത്
കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ മേൽ, എൻ്റെ രാജ്യത്തിൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഭവനങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നമുക്കറിയാം, അതേപോലൊരു മഹാമാരി ലോകത്തെ ബാധിച്ചിരിക്കുന്നൊരു സമയമാണ്. ദാവീദിനെ പോലെ നാം ചെയ്യേണ്ടത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവമേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ച് 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 പ്രാർത്ഥിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ശുശ്രൂഷകർ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, അച്ഛാ അല്പനേരം പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ വചനം പറയണം. പക്ഷെ മഹാമാരിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വേദനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വചനം പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. കാരണം നാം എല്ലാവരും ആഗ്രഹിക്കുകയാണ്, നാം എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ, ഈ മഹാമാരി ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. പ്രവാചകനോട് ദാവീദ് മഹാരാജാവ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ മഹാമാരി, ഈ തിന്മ, ഈ ദുർമരണം ഈ ലോകത്ത് നിന്ന്, എൻ്റെ രാജ്യത്ത് നിന്ന്, എൻ്റെ സമൂഹത്തിൽ നിന്ന്, എൻ്റെ തലമുറയിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, മഹാരാജാവേ, ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിക്കണം. നീ ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിക്കണം. അങ്ങനെ ബലിയർപ്പിക്കാനായിട്ട് ദാവീദ് മഹാരാജാവ് തെരഞ്ഞെടുത്തത്, ദാവീദിൻ്റെ കണ്ണുനീര് കണ്ട് എവിടെ വെച്ചാണോ അരവനയായുടെ മെതിക്കളത്തിൽ വെച്ച് ദൈവം ഈ മഹാമാരിയെ ബന്ധിക്കുന്നു. ദാവീദിൻ്റെ കണ്ണുനീര് കണ്ട്, ദാവീദിൻ്റെ നിലവിളി കണ്ട് അരവനയായുടെ മെതിക്കളത്തിനടുത്ത് വെച്ച് ദൈവം ആ മഹാമാരിയെ ലോകത്തു നിന്ന് ബഹിഷ്കരിക്കുന്നു. ഇതിന് നന്ദി സൂചകമായി അരവനയായുടെ ആ മെതിക്കളത്തിൽ വെച്ച് ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിക്കാനായിട്ട് ദാവീദ് ചെല്ലുകയാണ്. അപ്പോൾ അരവന ഓടി വരികയാണ്. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, അങ്ങേക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് നിന്റെ മെതിക്കളം വേണം. ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിക്കണം, ദൈവത്തിന് ശ്രേഷ്ഠമായ ബലിയർപ്പിക്കണം. അതുകൊണ്ട് നീ നിന്റെ മെതിക്കളം എനിക്ക് വിലക്ക് തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ രാജാവേ, ഞാൻ ഒരിക്കലും അത് വിലക്ക് തരില്ല, ഞാനത് ഫ്രീ ആയിട്ട് തരാം. ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണമെങ്കിൽ എൻ്റെ കാളകളെ എടുത്തോളൂ, ഞാൻ അതിനു വേണ്ട വിറകുകൾ തന്നുകൊള്ളാം. അപ്പോൾ ദാവീദ് പറഞ്ഞു, വേണ്ട, എനിക്കത് എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം, എൻ്റെ പാപം നിമിത്തം, എൻ്റെ ദുഷ്ടത നിമിത്തം, ഞാൻ ദൈവത്തെ നിഷേധിച്ച നിമിത്തം, ദൈവകൽപ്പനകൾക്കെതിരെ ഞാൻ പുറംതിരിഞ്ഞ് നിന്നതിന് നിമിത്തം കടന്നു വന്ന ഈ മാരക രോഗത്തെ ബഹിഷ്കരിക്കാൻ എൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഞാൻ സമ്പാദിച്ച, ഞാൻ നിനക്ക് വില തരും, ആ വില സ്വീകരിച്ച് നീ എനിക്ക് ആ മെതിക്കളം തന്നാൽ മതി. എൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട്, എൻ്റെ വേദന കൊണ്ട് ഞാൻ അർപ്പിക്കുന്ന ബലി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ബലി എന്താണെന്ന്. അത് വേറെ ഒന്നുമല്ല, മെൽക്കീസദക്കിന്റെ ക്രമപ്രകാരമുള്ള ബലിയാണ്. അതർപ്പിച്ചത് ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതർപ്പിക്കപ്പെട്ട സ്ഥലം ഗാഗുൽത്താ മലയാണ്. ആ ഗാഗുൽത്താ മലയിൽ അർപ്പിക്കപ്പെട്ട ആ ബലി, ആ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തൻ്റെ ചങ്ക് കുത്തി തുറന്നുകൊണ്ട് അതിൽ നിന്നും രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് മാനവകുലത്തിൻ്റെ മോചനത്തിന് വേണ്ടി ബലിയർപ്പിച്ച ആ പരിശുദ്ധ കുർബാന, പ്രിയപ്പെട്ടവരെ,
നാം എല്ലാവരും ചെയ്യേണ്ടത് ഈ ഒരു കാലഘട്ടത്തില് പരിശുദ്ധ കുർബാനയോളം ശക്തമായ ഡെലിവറൻസിന്റെ പ്രാർത്ഥന കത്തോലിക്ക സഭയുടെ കൈവശം വേറെ ഇല്ല എന്ന് വിശ്വസിക്കുക. പരിശുദ്ധ കുർബാനയോളം ശക്തമായ രോഗശാന്തി പ്രാർത്ഥന കത്തോലിക്ക സഭയുടെ കൈവശമില്ല. ആയതിനാൽ ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിക്കാൻ ദാവീദ് മഹാരാജാവ് തൻ്റെ പ്രയത്നങ്ങള്, തൻ്റെ കഠിനാധ്വാനങ്ങള്, തൻ്റെ കഷ്ടപ്പാടിലൂടെ താൻ നേടിയ സമ്പത്ത് അത് സമർപ്പിച്ചുകൊണ്ട് ആ ബലിയർപ്പിച്ചപ്പോൾ ദൈവം പ്രസാദിക്കുകയും ബൈബിള് പറയുകയാണ്, മഹാമാരിയിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും ഇസ്രയേലിനെയും യൂദയായെയും ജെറുസലേമിനെയും ദൈവം അത്ഭുതകരമായിട്ട് മോചിപ്പിച്ചു. മക്കളെ, ഇതേ ദൈവമാണ് നമ്മുടെ ദൈവം. അബ്രഹാമിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ജോസഫിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവത്തിന് പ്രീതികരമായ തൻ്റെ പുത്രനായ കർത്താവായ യേശുവിൻ്റെ ദീപബലിയോട് ചേർന്ന് കണ്ണുനീരോടെ ലോകം മുഴുവനും വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. യേശുവേ, അങ്ങയുടെ തിരുച്ചോര കൊണ്ട് ലോകത്തെ കഴുകണമേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ലോകത്തെ കഴുകണമേ, അങ്ങയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ വെള്ളം കൊണ്ട് ലോകത്തെ കഴുകണമേ. അച്ഛൻ ഇറ്റലിയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അച്ഛനൊരു പാട്ടുകാരനല്ല, എന്നിട്ടും ദൈവത്തിനോട് പാടി പ്രാർത്ഥിച്ചു, സാങ്ക്വേദി ജേസു ഷെംദീസൂദീനോ എന്നുപറ കർത്താവിൻ്റെ തിരുരക്തമേ ഈ ലോകത്തിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ. കോർപ്പോദി ജേസു ലീബറാച്ചി കർത്താവിൻ്റെ തിരുശരീരമേ, ഞങ്ങൾക്ക് വിമോചനം നൽകണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ആക്വേദി ജേസു ഗോറിഷിച്ചി കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുവെള്ളമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. സാങ്ക്വേദി ജേസു ഷെംദീസൂദീനോ കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തമേ, ഞങ്ങളെ കഴുകണമേ. കർത്താവിൻ്റെ തിരുശരീരമേ, ഞങ്ങൾക്ക് ഡെലിവറൻസ് നൽകണമേ. കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ വെള്ളമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഇപ്പൊ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് മക്കളെ. ഇനി നാം ധ്യാനിക്കാൻ പോകുന്നത് ഇതൊരു പലരും പറയുന്നുണ്ട്, ഇത് ലോകത്തിൻ്റെ മേലുള്ള ശാപമാണ്. കാരണം ഈ മഹാമാരി എന്ന് പറയുന്നത് ഇതൊരു ശാപമാണോ? നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. ഈ ഒരു അനർത്ഥങ്ങൾ ഇതൊരു ശാപമാണോ? ഈ ശാപമാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നാം ബഹിഷ്കരിക്കേണ്ടത്? ഈ ദോഷത്തെ എങ്ങനെ നാം ബഹിഷ്കരിക്കണം? പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ലോകത്തിലേക്ക് ശാപം കടന്നു വരുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മഹാമാരികൾ, പഞ്ഞം, പട, വസന്ത, അതുപോലെ തന്നെ ദുർമരണങ്ങൾ, അർബുദങ്ങൾ, ക്ഷയം, പനി, വീക്കം, അലർജി രോഗങ്ങൾ, പ്രളയങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നമ്മൾ നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. എങ്ങനെയാണ് നാം ദൈവത്തിൽ നിന്ന് അകലുന്നത്? ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അകലുക. നമ്മുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ മുൻ ഡയറക്ടർ നമ്മുടെ കൊച്ചുമാത്യു അച്ഛൻ കുടുംബ വൃക്ഷ വിശുദ്ധീകരണം എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ് ശാപം? അച്ഛൻ പറയുകയാണ്, ശാപം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്
നഷ്ടപ്പെട്ടു പോകുന്ന പൈശാചികതയാണ് ശാപം. അതായത് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന്, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അതിന് കാരണങ്ങളാണ് നമ്മളിപ്പോൾ ഈ നിയമാവർത്തന പുസ്തകം പറയുന്നത്. ഒരു ലോകത്തിലേക്ക് ശാപം കടന്നു വരുന്നത്, ഒരു കുടുംബത്തിലേക്ക് ശാപം കടന്നു വരുന്നത്, ഒരു വ്യക്തിയിലേക്ക് ശാപം എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതിന്, അതായത് ദൈവത്തിൻ്റെ കൃപ. ഇപ്പം സാവൂളിന് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു. സാവൂളിൻ്റെ ജീവിതം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശപിക്കപ്പെട്ടതായി തീർന്നു. ഇതേപോലെയാണ് നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പറയല്ലോ, എന്തൊരു നാശമാണ്, ഇതൊരു ശാപമാണ്, ഇതാ ഈ കലഹം വിട്ടു മാറുന്നില്ല, ഈ ദാരിദ്ര്യം വിട്ടു മാറുന്നില്ല, ഒരു രോഗം കഴിയുമ്പോൾ വേറൊരു രോഗം വന്നു കഴിയുന്നു, ഒരു മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ വേറൊരു മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഒരു അസ്വസ്ഥതയാണ്. ഇതിനെല്ലാത്തിനും കാരണം എന്താണെന്ന് നിയമാവർത്തന പുസ്തകം പഠിപ്പിക്കുക. ഒന്ന് പഠിപ്പിക്കുകയാണ് വിഗ്രഹാരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ മേൽ മഹാമാരികള്, ലോകത്തിൻ്റെ മേൽ പ്രളയങ്ങള്, ലോകത്തിൻ്റെ മേൽ ദുരന്തങ്ങള് എങ്ങനെ വരുന്നുവെന്ന് ബൈബിള് പഠിപ്പിക്കുക. സത്യദൈവത്തെ മറന്ന് ദൈവത്തിനേക്കാൾ ഉപരി നിന്റെ ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നിന്റെ മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നിന്റെ ഭർത്താവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നിന്റെ സ്വത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നിന്റെ തൊഴിലിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നീ ദൈവത്തെ മറന്ന് നീ ജീവിക്കുമ്പോൾ അതാണ് വിഗ്രഹാരാധന, അന്യദേവ പൂജ, വിഗ്രഹങ്ങളുടെ മുൻപിൽ നീ നിന്റെ ജീവിതത്തെ സമർപ്പിക്കല്. അപ്പൊ അതുകൊണ്ട് നിയമാവർത്തനം പറയുകയാണ്, അത്തരത്തിൽ ഉള്ള പ്രവൃത്തികളിൽ നിന്ന് നാം അകന്നു നിൽക്കണം. രണ്ട്, എങ്ങനെയാണ് ശാപം കടന്നു വരുന്നതെന്ന് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് ദുരന്തങ്ങൾ കടന്നു വരുന്നതെന്ന് പഠിപ്പിക്കുന്നത്. രണ്ട്, നീ നിന്റെ അപ്പനെയും അമ്മയെയും നിന്ദിക്കുമ്പോൾ അവരെ നീ സ്നേഹിക്കേണ്ടതാണ്, അവരോട് കരുണ കാണിക്കേണ്ടതാണ്. അവര് ദൈവത്തോട് സഹകരിച്ച് നിനക്ക് ജീവൻ നൽകുകയും നിന്നെ വളർത്തി വലുതാക്കുകയും ചെയ്തതാണ്. നിയമാവർത്തന പുസ്തകം പഠിപ്പിക്കുക, നിന്റെ അപ്പനെയും അമ്മയെയും നീ നിന്ദിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതിന് പകരം അവരുടെ മേൽ എപ്പോഴും ശാപവർഷങ്ങളൊക്കെ നീ ചൊരിഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ, അവരെ മാറ്റി നിർത്തുമ്പോൾ ഈ പറഞ്ഞ ചെകുത്താൻ, ഈ കുട്ടിപ്പിശാച്, മഹാമാരികൾ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. മൂന്നാമത് പഠിപ്പിക്കുകയാണ്, അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടുമ്പോൾ. നമ്മുടെ ഒരു ദുഷ്ടതയാണ് അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടുക, അവൻ്റെ സമ്പത്ത് മോഷ്ടിക്കുക, അവൻ്റെ വഴി തടയുക, അവൻ്റെ വഴി അടച്ചു കളയുക, അവൻ്റെ പറമ്പ് മോഷ്ടിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കയ്യൂക്കുള്ളവനാണെങ്കിൽ നമ്മൾ കയ്യൂക്കില്ലാത്തവൻ്റെ മേൽ മെക്കിട്ട് കയറില്ല. നമ്മൾ ഓർക്കണം, സർവത്തിൻ്റെയും അതിനാഥനായ ദൈവം മുകളിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ നമ്മളെക്കാൾ ശക്തിയില്ലാത്തവരുടെ മേൽ നമ്മൾ വെല്ലുവിളികളൊക്കെ നടത്തും. പക്ഷെ ഓർക്കണം, ദൈവം മുകളിലുണ്ട്. ഇവിടെ നിയമാവർത്തന പുസ്തകം പറയുകയാണ്, അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടുമ്പോൾ, കള്ളക്കേസുകൾ കൊടുത്ത് അവരുടെ വീടിനെ, അവരുടെ ഭവനത്തെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഭവനത്തിൻ്റെ മുൻപിൽ കക്കൂസുകൾ പണിയുന്നവര്, അവരെ ബുദ്ധിമുട്ടിക്കുന്നവര്, ആ ദുഷ്ടപ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വലിയ അഭിഷേകം തരണമേ, വലിയ കൃപ നൽകണമേ, വലിയ ശക്തി നൽകണമേ, വലിയ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, നാലാമത്, കുരുടനെ വഴിതെറ്റിക്കുന്നവര്, കുരുടനെ വഴിതെറ്റിക്കുന്ന നമ്മളെക്കാൾ അറിവില്ലാത്തവരുടെ, നമ്മളെക്കാൾ കഴിവില്ലാത്തവരുടെ മേൽ അന്ധരെ വഴിതെറ്റിക്കുന്നവര്, അവര് മൂലം ലോകത്തിലേക്ക് ശാപം കടന്നു വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തേത്, പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കല്. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുമ്പോൾ
ദൈവ കൽപ്പനകളാണ് ലംഘിക്കപ്പെടുന്നത്. ദൈവ സ്നേഹത്തിന്റെ കൽപ്പനകളാണ് ലംഘിക്കപ്പെടുന്നത്. നീ എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന പ്രമാണമാണ് ലംഘിക്കപ്പെടുന്നത്. ദൈവ പ്രമാണം ലംഘിക്കപ്പെടുമ്പോൾ സാത്താൻ പ്രബലപ്പെടും, പൈശാചിക ശക്തികൾ പ്രബലപ്പെടും, തിന്മ പ്രബലപ്പെടും, അശുദ്ധി നിന്നെ കടന്നു പിടിക്കും. ആയതിനാൽ ദൈവവചനം പറയുകയാണ്, അനാഥന്റെ മേൽ കുതിര കയറരുത്, വിധവകളുടെ മേൽ കുതിര കയറരുത്, അതുപോലെ തന്നെ പരദേശിയോട് കരുണ കാണിക്കണം, ദുഷ്ടത പ്രവർത്തിക്കരുത്, അനീതി പ്രവർത്തിക്കരുത്, നീതി, സ്നേഹം, കരുണ, എളിമ, ക്ഷമ, തോറ്റുകൊടുക്കല് നീ അഭ്യസിക്കണം. അപ്പോൾ ഒരു അനർത്ഥവും നിന്റെ വീട്ടിലേക്ക്, നിന്റെ പറമ്പിലേക്ക്, നിന്റെ 4 അതിരുകൾക്കുള്ളിലേക്ക് ഒരനർത്ഥവും കടന്നു വരികയില്ല എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 6-ാമത്തേത് ലൈംഗിക പാപങ്ങള്, വ്യഭിചാരങ്ങള്, ആസക്തികള്, തഴക്കദോഷങ്ങള്, സ്വയംഭോഗ ആസക്തികൾക്ക് അടിമപ്പെടുമ്പോൾ, ലൈംഗിക അരാജകത്വങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ഈ തിന്മ പ്രബലപ്പെടുകയും ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തതയുള്ളവളാകണം, ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തതയുണ്ടാകണം. അല്ലെങ്കിൽ ആ കുടുംബങ്ങളുടെ മേൽ പൈശാചിക ശക്തികൾ പ്രബലപ്പെടും. ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാമാരിയിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കാൻ ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവൻ ഏറ്റവും വലിയ ഭീഷണി, മഹാമാരിയേക്കാളുള്ള ഭീഷണി കുടുംബ തകർച്ചയാണ്. പണ്ട് കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുണ്ടായിരുന്ന ആ സ്നേഹം, ആ വിശുദ്ധി, മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടായിരുന്ന ആ ബന്ധങ്ങൾ ഇന്ന് തകർച്ച നേരിടുകയാണ്. എന്തുകൊണ്ടാണ് തകർച്ച നേരിടുന്നത്? ദാവീദ് മഹാരാജാവിന് പെട്ട അതേ അമളിയ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വാർത്ഥത, എൻ്റെ സുഖം, ഞാൻ, എൻ്റെ പൊങ്ങച്ചം. ഇതുമൂലമാണ് മക്കളെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ വരും. കാരണം എനിക്കിപ്പോൾ എല്ലാം ഉണ്ട്, എനിക്ക് വീടുണ്ട്, ബിരിയാണിയുണ്ട്, വാഹനമുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ദൈവത്തെ വേണ്ട, എനിക്ക് പണം മാത്രം മതി. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകും. നമുക്കറിയാം, ബാബേൽ ഗോപുരം പണിത് ഉയർത്തുന്ന സമയത്ത് അവർ നല്ല മിടുക്കന്മാരായിരുന്നു. കല്ല് കൊണ്ടുവരാൻ പറയുമ്പോൾ കല്ല് കൊണ്ടുവരുന്നു, മണ്ണ് കൊണ്ടുവരാൻ പറയുമ്പോൾ മണ്ണ് കൊണ്ടുവരുന്നു. പണിതുയർത്തി അതങ്ങ് ആകാശമൊട്ടെ ആയപ്പോൾ ഇവർ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു, നമ്മൾ ദൈവത്തെ പോലെ ആയിരിക്കുന്നു. ഇനി നമുക്ക് ദൈവത്തെ വേണ്ട, ഇനി നമുക്ക് പള്ളി വേണ്ട, ഇനി നമുക്ക് വൈദികരെ വേണ്ട. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് ആ സമയത്ത് അവരെ വിട്ടുപോയി. സാവൂളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയപ്പോൾ വീണിതല്ലോ കിടക്കുന്നു ധരണി ശോണിതം. വലിയ ദുരന്ത കഥയായിട്ട് മാറിയില്ലേ മക്കളെ? ഇതേപോലെയല്ലേ ബാബേൽ ഗോപുരം തകർന്ന് തരിപ്പണമായത്, ചിന്ന ഭിന്നമാക്കപ്പെട്ടത്? കല്ല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മണ്ണ് കൊണ്ടുവന്നു, മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തടി കൊണ്ടുവന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ അപ്പം പറയണത് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, അമ്മ പറയണത് അപ്പന് മനസ്സിലാകുന്നില്ല, മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, അധ്യാപകർ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നില്ല, വിദ്യാർത്ഥികൾ പറയണത് അധ്യാപകർക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ ഫലം എന്താ? പിശാച് അവിടെ പ്രബലപ്പെടുകയും കുടുംബ തകർച്ച, വെറുപ്പ്, സങ്കടം, മദ്യപാനം, മയക്കുമരുന്ന്, ഇൻ്റർനെറ്റിന് അടിമ, വാട്സപ്പിന് അടിമ. ഇതിൻ്റെ ഫലമായിട്ട് ആ ദൈവത്തിൻ്റെ സ്നേഹവും പരസ്നേഹവും അനുഭവിക്കാനാവാത്ത വലിയ ദുരന്തത്തിലേക്ക് മാനവകുലം വീണുപോകുകയാണ്. അപ്പം അതിനെല്ലാത്തിനും നമുക്ക് ഉത്തരം ഈ ഒരു കാലയളവിൽ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുറവുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞ് എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരുണ കാണിക്കുന്ന ദൈവമാണ്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ മഴ പെയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
ആ ദൈവം കരുണ കാണിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധിയും നമ്മുടെ കുടുംബങ്ങളുടെ പരിപാവനതയും കാത്തുപാലിക്കുകയും ഒരനർത്ഥവും ഒരു ദുഷ്ടതയും ഒരു പെടുമരണവും ഒരു ദുർമരണങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കാതെ കർത്താവ് കാത്തുകൊള്ളുമെന്ന് വിശ്വസിക്കുന്നവര് വലതുകര ഉയർത്തി ഒരൊറ്റ വിളി വിളിച്ച് എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. ഒരിക്കൽ കൂടെ മക്കളെ നല്ല അഭിഷേകത്തോടെ വിളിച്ച് എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. ഏഴാമത്തേത് മൃഗവുമായി ഇണചേരുന്നത്. ഇത് ബൈബിള് പറയുന്നതാ. നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം. മൃഗവുമായി ഇണചേരുന്നത്. അപ്പൊ ഇപ്പൊ ഭവനങ്ങളിരിക്കുന്ന നമ്മൾ പേർക്ക് അങ്ങനെയുള്ള സംഭവം ഉണ്ടോന്ന്. മനുഷ്യന്റെ ദുഷ്ടത നിമിത്തം, മനുഷ്യന്റെ സ്വാർത്ഥത നിമിത്തം, സുഖത്തിന്റെ പിന്നാലുള്ള ഓട്ട നിമിത്തം ഈ ഒരു പാപവും കൂടി മാനവകുലത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആധുനിക ലോകത്തിന്റെ വലിയ തിന്മ എന്നതുപോലെ പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പോലും കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവര്, അപ്പൊ ഇത്തരത്തിലുള്ള പാപസാഹചര്യങ്ങളിൽ, ഇത്തരത്തിലുള്ള പൈശാചികതയിൽ പെട്ട് ലോകത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്താതെ നാം ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. 8 സഹോദരിയുമായി ശയിക്കുന്നവൻ, സഹോദരിയെപ്പോലെ കാണേണ്ടവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവര്. 9 അമ്മായിയമ്മയുമായി ശയിക്കുന്നത്. നോക്കിക്കേ, ആ മാരകപാപങ്ങളെല്ലാം നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തുന്നതാണ്, ലോകത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള പാപങ്ങളാണ് മഹാമാരിക്കും ദുഷ്ടതയ്ക്കൊക്കെ കാരണമെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. വചനം പറയുകയാണ്. അതുകൊണ്ടാണ് മാനസാന്തരത്തിന് വേണ്ടി നിലവിളിക്കുന്നത്. ഫൗസ്തീന പുണ്യവതി നിലവിളിച്ചത് ലോകത്തിന് കരുണയാണ് ആവശ്യം. ജോൺ ബരണ്ടമ്മൻ പാപ്പ നിലവിളിച്ചു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. വത്തിക്കാന് തൊട്ട് മുൻപില് പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയം തന്നെ ദിവ്യ കരുണയുടെ ദേവാലയമായി ജോൺ ബരണ്ടമ്മൻ പാപ്പ പ്രതിഷ്ഠിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ലോകത്തിന് ആവശ്യം ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ഞാനെന്ന മനോഭാവങ്ങള്, നമ്മുടെ തലക്കനങ്ങള് ദൈവകൃപയിൽ നിന്ന് നമ്മളെ അകറ്റിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ദാവീദ് മഹാരാജാവിനെ പോലെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ദൈവം ഈ കൺവെൻഷൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, അനുതപിക്കുമ്പോൾ, പശ്ചാത്താപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. കാരണം നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. എപ്പോൾ വേണമെങ്കിൽ വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുന്നവനാണ്. 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലാണ്, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കും. നമ്മൾ ഒരു ചുവട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ ദൈവം 2 ചുവട് നമ്മുടെ അടുത്തേക്ക് വെക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഒരു ചുവട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ 2 ചുവട് ദൈവം നമ്മുടെ അടുത്തേക്ക് വെക്കും. സക്കേവൂസ് ഒരു ചുവട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വെച്ച് ദൈവത്തിനൊന്ന് എത്തി നോക്കിയപ്പോൾ 2 ചുവട് സക്കേവൂസിന്റെ അടുത്തേക്ക് ദൈവം വെക്കുക. മോനെ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരികയാണ്. ഇതാ നിന്റെ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. പവർ യേശുനാമത്തിന്റെ ശക്തിയാ. നീ ഒരു ചുവട് ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് നീ ദൈവത്തിനടുത്തേക്ക് വെക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ മകളെ, ഇന്ന് ദൈവം നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ റൂമിലേക്ക് എഴുന്നള്ളി വന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഇതാ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. 10 അയൽക്കാരനെ വധിക്കുന്നത് പരദൂഷണത്തിലൂടെ. ഇത് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്ന വചനം പറയാണ്. അയൽക്കാരനെ വധിക്കുന്നത് ശാപത്തിന് കാരണമാകും. കൊല്ലരുത്, കൊലപാതകം ചെയ്യരുത്, പരദൂഷണം പറയരുത്, പരദൂഷണത്തിലൂടെ നീ മറ്റുള്ളവരെ വധിക്കരുത്. ഇത് നിനക്കും നിന്റെ തലമുറയ്ക്കും തലമുറകൾ ശപിക്കപ്പെട്ടതാകാൻ കാരണമാകുമെന്ന് നിയമാവർത്തന പുസ്തകം പഠിപ്പിക്കുകയാണ് മക്കളെ. അപ്പം അതുകൊണ്ട് പരദൂഷണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു.
അന്യരെ കൊല്ലരുത്. കൊലപാതകത്തിൻ്റെ ദുരാത്മാവ് നിന്നിൽ പ്രബലപ്പെടാതിരിക്കാൻ നീ അനുദിനം ദൈവകൃപയിൽ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കുക. 12 ദൈവവചനം അനുസരിക്കാതിരിക്കല്. വേറൊന്ന് കൊലപാതകത്തിന് കൊട്ടേഷൻ. നമുക്കറിയാം പല കൊട്ടേഷൻ സംഘങ്ങള്, നിരപരാധികളെ കൊന്നൊടുക്കുന്നവര്. ഇവര് മൂലം ഭൂമി ശപിക്കപ്പെട്ടതാകുന്നു എന്നാണ് വചനം പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി, അത് രാഷ്ട്രീയ പാർട്ടികളുടേതാകട്ടെ മതത്തിൻ്റെ പേരിലാകട്ടെ, നിരപരാധികളുടെ മേൽ കത്തി ഉയർത്തുന്നവൻ നിമിത്തം, അവൻ മൂലം ആ കത്തി ഉയർത്തുന്നവൻ നിമിത്തം അവൻ്റെ കുടുംബവും അവൻ്റെ തലമുറയും ലോകം മുഴുവൻ ശപിക്കപ്പെട്ടതായി തീരുമെന്നാണ് നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അനുസരിക്കാതിരിക്കല്. അപ്പൊ ഇങ്ങനെയുള്ള ഈ 12 കാര്യങ്ങളാണ് നിയമാവർത്തന പുസ്തകം പഠിപ്പിക്കുന്നത്. എന്നിട്ട് 28-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇതുമൂലം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതുമൂലം ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നു, ഉദരഫലവും ഭൂമിഫലങ്ങളും ശപിക്കപ്പെട്ടതാകുന്നു. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്ലേശം, സഹനം, അസ്വസ്ഥത, ദുരന്തങ്ങള്, കലഹങ്ങള്, വെറുപ്പ്, പക, ശാപം, ശകാരം, കലഹങ്ങള്, ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിനോട് കലഹം, സംസ്ഥാനങ്ങൾ തമ്മിൽ കലഹം, മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർ തമ്മിൽ കലഹം, കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള കലഹം. നമുക്കറിയാം അങ്ങനെ മതങ്ങൾ തമ്മിലുള്ള കലഹം, മതത്തിനുള്ളിലുള്ള കലഹങ്ങൾ. ഇതിനെല്ലാറ്റിനും കാരണം എന്താണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. പിന്നെ തീരാവ്യാധികള്, തീരാവ്യതകള് ഉണ്ടോ? തീരാവ്യാധികൾ, മഹാമാരികള്, പകർച്ചവ്യാധികള്. ഇപ്പൊ മനുഷ്യനാകെ വിറങ്ങലിച്ച് നിൽക്കുക. നമ്മളെല്ലാം കണ്ടുപിടിച്ചവരാ. നമ്മൾ പ്ലെയിൻ കണ്ടുപിടിച്ചവരാണ്, നമ്മൾ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചവരാണ്, നമ്മൾ കപ്പൽ കണ്ടുപിടിച്ചവരാണ്. എന്നിട്ട് എന്ത്? നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുക. ദൈവമേ കരുണ തോന്നി ഞങ്ങളെ ബലപ്പെടുത്തി മരുന്ന് കണ്ടുപിടിച്ച് ലോകത്തെ രക്ഷിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇതാ ഈ ശാപം കടന്നു വരുന്നതോടെ, അത് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നതോടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് വചനം പറയുന്നത്. ക്ഷയം, പനി, വീക്കം, അത്യുഷ്ണം, വാൾ, വരൾച്ച, വിഷക്കാറ്റ്, പൂപ്പല്, പ്രളയം, പുഴുക്കള്, അർബുദങ്ങള്, ചൊറി, ചെരങ്ങ്, ഭ്രാന്ത്, അന്ധത, പരിഭ്രാന്തി, വിവാഹതടസ്സം, മക്കൾ ബന്ധനസ്ഥരാകുന്നു, അധ്വാനം ഫലം കിട്ടുന്നില്ല, രാപ്പകല് രാവന്തിയോളം പണിയെടുത്തിട്ടും ഒരു ഉപകാരം ഉണ്ടാകാത്ത അവസ്ഥ വരുന്നു. എത്രയോ കുടുംബങ്ങളാ കഷ്ടപ്പാട് പണിയെടുക്കുന്നു. ഇതാ എനിക്കുണ്ട് 2 മക്കള്, അപ്പുറത്തെ വീട്ടിലും ഉണ്ട് 2 മക്കള്. എന്നിട്ട് അപ്പുറത്ത് നല്ല ഐശ്വര്യവും ഉയർച്ചയും. അതേപോലെ കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് എൻ്റെ ഭവനത്തിന് ഉയർച്ച ഉണ്ടാകുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഏതു നേരം ദാരിദ്ര്യം, പട്ടിണി, ക്ലേശം, സഹനം? ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ കൃപ നമ്മൾ തിരിച്ചു കൊണ്ടുവരില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥത നിമിത്തം, നമ്മുടെ അഹങ്കാരം നിമിത്തം, നമ്മുടെ ഞാനെന്ന ഭാവം നിമിത്തം ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും ശാപം അല്ലെങ്കിൽ ദുഷ്ടത, പൈശാചികത നമ്മുടെ മേൽ പിടിമുറുക്കുകയും ഇതിൻ്റെ ഫലമായിട്ട് മഹാമാരികളും, നേരത്തെ സൂചിപ്പിച്ച മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങളും കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ പിടികൂടുകയും ചെയ്യും. എന്നാൽ ഇതിന് ഉത്തരം ബൈബിള് തന്നെ തരുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ പ്രതിവിധി എന്താണ്? ഇതിനൊരു ഉത്തരം ലഭിക്കണ്ടേ? വിശുദ്ധ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ശാപങ്ങളിൽ നിന്ന്, ഈ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷ നേടാൻ ബൈബിൾ നമുക്ക് ഒരേ ഒരു വഴിയാണ് മക്കളെ തരുന്നത്. വിശുദ്ധ വചനം തരുന്ന വഴി ഇതാണ്. നമ്മുടെ നാഥനും രക്ഷകനും നമുക്ക് വേണ്ടി സഹനത്തിൻ്റെ പാനപാത്രം കുടിക്കുകയും രക്ഷയുടെ മാമോദീസ ഗാഗുൽത്ത മലയിൽ സ്വീകരിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് എൻ്റെ അധരം കൊണ്ട് ഏറ്റുപറയുകയും എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവാണ് നിന്റെ രക്ഷകനെന്ന്
നീ ഏറ്റുപറഞ്ഞാൽ വചനം പഠിപ്പിക്കുകയാണ്, ഒരനർത്ഥവും നിന്റെ മേൽ വരിയില്ല. റോമ 5:31 ഒന്ന് ഏറ്റുപറയാമോ? ദൈവം 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 നമ്മുടെ നമ്മുടെ പക്ഷത്തെങ്കിൽ പക്ഷത്തെങ്കിൽ ആര് ആര് നമുക്ക് എതിര് നിൽക്കും? എതിര് നിൽക്കും? ഒരിക്കൽ കൂടെ ഏറ്റുപറയാമോ? ദൈവം ദൈവം നമ്മുടെ നമ്മുടെ പക്ഷത്തെങ്കിൽ പക്ഷത്തെങ്കിൽ ആര് ആര് നമുക്ക് നമുക്ക് എതിര് നിൽക്കും? എതിര് നിൽക്കും? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. കർത്താവിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അർബുദമാകട്ടെ, മഹാമാരി ആകട്ടെ, പകർച്ചവ്യാധി ആകട്ടെ, കടബാധ്യതകളാകട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാകട്ടെ, കല്യാണ തടസ്സങ്ങളാകട്ടെ, എന്ത് ദുരന്തമാണെങ്കിലും എന്ത് കഷ്ടതകളാണെങ്കിലും എൻ്റെ കർത്താവിന് എന്നെ രക്ഷിക്കാൻ സാധിക്കും എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ഇതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 2, നിന്റെ പാപങ്ങളെക്കുറിച്ച് നീ അനുതപിക്കുക. നീ അനുതപിക്കുക, നിലവിളിക്കുക. നിന്റെ ദുഷ്ടതകളെ ഓർത്ത് നിലവിളിക്കുക. എന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ അത് ഏറ്റുപറയുക. കുമ്പസാര കുദാശയിലൂടെ കർത്താവുമായിട്ട് രമ്യതപ്പെടുക. നിന്റെ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ തിരിച്ചു വരും. ഈ ലോകം മുഴുവൻ ദൈവവുമായിട്ട് രമ്യതപ്പെടണം, പ്രകൃതിയുമായി രമ്യതപ്പെടണം, മാനവകുലം പരസ്പരം രമ്യതപ്പെടണം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തിരികെ കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതിനുവേണ്ടി നീ ബോധപൂർവം പരിശ്രമിക്കണം. സക്കേവൂസ് ബോധപൂർവം പരിശ്രമിച്ചതുപോലെ നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക്, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക്, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് നീ ബോധപൂർവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. അതായത് നിന്നിലുള്ള ദുഷ്ടതകള്, ദുഷ്ടശക്തികള് ഇനിമേൽ ഉണ്ടാവില്ല എന്ന് നീ ബോധപൂർവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. എന്ന് പറഞ്ഞാൽ കൈനോട്ടം, മന്ത്രവാദം, ആഭിചാരം, വെറുപ്പ്, വിദ്വേഷം, സ്നേഹരാഹിത്യം, അസ്വസ്ഥത, പരദൂഷണം, ഇവയിൽ നിന്ന് നീ ബോധപൂർവം വിട്ടു നിൽക്കണം. നീ ബോധപൂർവം തീരുമാനമെടുക്കണം. ഇത് നിന്റെ നവീകരണത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ നവീകരണത്തിന് വേണ്ടി, നമുക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ബോധപൂർവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ, 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 അവിടുന്ന് എൻ്റെ നാഥനും രക്ഷകനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദാവീദ് രാജാവിനെ പോലെ യേശുവേ, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ദുഷ്ടത പ്രവർത്തിച്ചു, എന്നോട് എൻ്റെ കുടുംബത്തിനോട് കരുണയായിരിക്കണമേ. ഒരനർത്ഥവും എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ കടന്നു വരുവാൻ അനുവദിക്കല്ലേ. യേശുവേ, മഹാമാരി മൂലം വേദനിച്ചു കൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ദൈവത്തിനോട് കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ തിരുരക്തം കൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പ്രിയപ്പെട്ടവരെയും എന്റെ മക്കളെയും എന്റെ തലമുറകളെയും രക്ഷിക്കണമേ. എന്റെ കർത്താവേ, എന്റെ പാപനിമിത്തം, എന്റെ ദുഷ്ടത നിമിത്തം സാത്താൻ എന്റെ വീട്ടിൽ കടന്നു വരുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. ആ സാത്താൻ എന്റെ വീട്ടിൽ വാസമർപ്പിക്കാൻ അനുവദിക്കല്ലേ. ഈശോയെ, പാപത്തിൽ ഞാൻ വ്യാപരിക്കുമ്പോൾ സാത്താൻ എന്റെ കുടുംബത്തിൽ കൂടുകൂട്ടുമെന്ന് കരുതുന്നു. എന്റെ കർത്താവേ, ഇന്ന് ഈ കൺവെൻഷനിലൂടെ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തികളുടെ എല്ലാ വേരുകള്, തിന്മയുടെ സ്വാധീനങ്ങള്, ശാപങ്ങള് എന്റെ കുടുംബത്തിൽ നിന്ന് അടിവേരോടെ പിഴുതെടുത്ത് യേശുവിന്റെ ശക്തമായ നാമത്താൽ അവയെല്ലാം ഈ
ഇപ്പോൾ പിച്ചി പിച്ചി ചിന്തപ്പെടട്ടെ, ചിന്തപ്പെടട്ടെ, ബഹിഷ്കരിക്കപ്പെടട്ടെ. ബഹിഷ്കരിക്കപ്പെടട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വലിയൊരു അഭിഷേകത്തിലേക്ക് വരാൻ പോകുകയാണ്. നല്ലൊരു അഭിഷേകത്തിലേക്ക് കർത്താവ് പ്രേരിപ്പിച്ച വചനമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. കർത്താവാണ് ഇന്ന് ഓരോ വാക്കുകളും എന്നെ കൊണ്ട് പറയിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ കർത്താവ് ഇപ്പം നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വരാനായിട്ട് പോകുകയാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങണം മക്കളെ. ഇത് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. നാളെ 4-ാമത്തെ ദിവസവും ഈ ഒരു കൺവെൻഷൻ്റെ സമാപനം കൂടിയാണ്. അപ്പം അതുകൊണ്ട് നാളെ നമ്മൾ ഈ അവസാന ശുശ്രൂഷ നല്ലൊരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയാക്കി മാറ്റുകയാണ്. എൻ്റെ അഭിവന്യ പിതാവിൻ്റെ ചക്കാലക്കൽ പിതാവിൻ്റെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പിതാവിനറിയാം ഞാൻ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷകൾ ചെയ്യും, സാത്താനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ചെയ്യും. കർത്താവ് യേശുവിൻ്റെ അധികാരം ഉപയോഗിക്കും, പരിശുദ്ധ കുർബാനയുടെ ശക്തി അതിനുവേണ്ടി ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. അപ്പം അതുകൊണ്ട് നാളെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ എല്ലാ പരിചയക്കാരോടും നിങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളോടും, പ്രത്യേകിച്ച് ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലേക്കുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ടെലിഫോണൊക്കെ ചെയ്ത് പറയണം നാളത്തെ ശുശ്രൂഷയെ പങ്കെടുക്കാനായിട്ട്. കാരണം കർത്താവ് യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ചും അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചും ഇൻ ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റ്ഹുഡ് ഓർ റെബ്യൂക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, നമ്മുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് എല്ലാ തടസ്സങ്ങൾ, എല്ലാ ബന്ധനങ്ങൾ, പൈശാചികതകൾ, കൃപയില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് എടുത്തു മാറ്റും. അപ്പം നാളത്തെ ദിനമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ ദിനമായിരിക്കും. അപ്പം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും പറയണം, ഷക്കേന ടെലിവിഷൻ ചാനലിലൂടെ അത് കാണാൻ ശ്രമിക്കണം. ദൂരെയുള്ളവരോടൊക്കെ പറയണം, അത് യൂട്യൂബിലുണ്ട്, അപ്പോൾ അത് യൂട്യൂബിലൂടെ കാണാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ഇപ്പോൾ നാം ചെയ്യുന്നത് ഉടൻ തന്നെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ തിരിച്ചു പിടിക്കാൻ, ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹം തിരിച്ചു പിടിക്കാനായിട്ട് കർത്താവിൽ നാം ആശ്രയിക്കാൻ പോകുകയാണ്. ലോകം മുഴുവന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മുടെ പ്രാർത്ഥന കർത്താവ് തീർച്ചയായിട്ട് കേൾക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈശോയെ നമ്മുടെ സന്നിധിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ ലോകത്തിൻ്റെ നിയന്താതാവ് ഇതാ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. കർത്താവായ രാജാവേ, യേശുവേ, എൻ്റെ ഇല്ലായ്മയിലേക്ക്, എൻ്റെ നൊമ്പരങ്ങളിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ. എൻ്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണമേ. അവിടുത്തെ അത്ഭുതം, അവിടുത്തെ അത്ഭുത ശക്തി ഇന്ന് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് പ്രകടമാകട്ടെ കർത്താവേ. അവിടുത്തെ കരുണ കടന്നു വരട്ടെ കർത്താവേ. അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു, സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് എൻ്റെ തമ്പുരാനായ കർത്താവേ, നിന്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് അനുഭവിക്കാം നമുക്ക്. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ എല്ലാവരും പാടിക്കാം മക്കളെ. അർപ്പിക്കുന്നീ ജീവിതം. എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ ജീവിതം. യേശുവേ,
അവിരാമം ഞങ്ങൾ യേശുവേ, ആരാധന കരങ്ങളൊക്കെ എല്ലാവരും വീശിക്കാം മക്കളെ. ആരാധന യേശുവിനെ നോക്കി എല്ലാവരും കരങ്ങൾ വീശിക്കേ. ആരാധന നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ശാപങ്ങള് മഹാമാരികളെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ, എല്ലാ ദുഷ്ടാരൂപികൾ വിട്ടുപോകാൻ, പൈശാചിക ശക്തികളെല്ലാം വിട്ടുപോകാൻ, നമ്മുടെ കുടുംബങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് ഉയർച്ച കിട്ടാൻ, കടബാധ്യതകളെല്ലാം മാറിപ്പോകാൻ, പൈശാചിക പീഡകൾ വിട്ടുമാറാൻ, തളർവാദ രോഗം വിട്ടുമാറാൻ, സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന മക്കൾക്ക് കൃപ ലഭിക്കാൻ, മാനസിക രോഗങ്ങൾ വിട്ടുമാറാൻ, മദ്യപാനത്തിന്റെ ആസക്തികൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറാൻ, ദുർമരണങ്ങൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറാൻ, അപകട മരണങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ, പെടുമരണങ്ങളെല്ലാം കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ. യേശുവിനെ ആരാധിച്ച മക്കളെ, കരങ്ങൾ ഉയർത്തി ആരാധിച്ച കർത്താവിനെ, എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ, എല്ലാ തിന്മകൾ വിട്ടുമാറട്ടെ. മാരകമായ കോവിഡ് രോഗം ബഹിഷ്കരിക്കപ്പെടട്ടെ, പകർച്ചവ്യാധികൾ ബഹിഷ്കരിക്കപ്പെടട്ടെ, തിന്മയുടെ സ്വാധീനങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ, അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറട്ടെ. സ്തുതിച്ച് 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 എല്ലാവരും പാടിക്കേ. പ്രിയപ്പെട്ടവരെ, ഈ ടെലിവിഷൻ കൺവെൻഷനിലൂടെ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നമുക്ക് പലർക്കും പള്ളിയിലൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നോക്കിക്കേ, നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാന സത്യമായിട്ടും നമ്മുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ ടെലിവിഷൻ ചാനലിലേക്ക് നോക്കി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ സത്യമായിട്ടും പരിശുദ്ധ കുർബാന നിങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന തമ്പുരാനാണ് തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. തിരു സന്തോഷത്തോടെ പറഞ്ഞ് ഈശോയെ നന്ദി, ആഗ്രഹിച്ചു പറഞ്ഞ ഈശോയെ ആരാധന, ഈശോയെ ഒന്ന് വിളിച്ച് ഈശോയെ. അവിടുന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് ഇന്ന് എനിക്ക് വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. രണ്ട് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പാടിക്കൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നടക്കട്ടെ കർത്താവേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈശോയെ നോക്കി ഒന്ന് സാധിക്കുന്ന പോലെ എല്ലാവരും ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച എല്ലാവരും കർത്താവിനെ ആരാധിച്ച് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക കൃപകൾ തിരിച്ചു തരുവാൻ കഴിവുള്ള പരിശുദ്ധ കുർബാനയാണ് സത്യമായിട്ട് നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നൊമ്പരങ്ങള്, നമ്മുടെ ആകുലതകളൊക്കെ ഏറ്റെടുക്കുന്ന പരിശുദ്ധ കുർബാനയാണ്. ഏത് തകർച്ചയായാലും ഈശോയെ എന്ന് വിളിച്ചെന്ന് സ്തുതിക്കുമ്പോൾ ആ തകർച്ചയുടെ നേരെ തന്റെ ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചു തരുന്ന പരിശുദ്ധ കുർബാനയാണ് മക്കളെ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നത്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അത്ഭുതം നടക്കട്ടെ കർത്താവേ, വലിയ അഭിഷേകം ലഭിക്കട്ടെ കർത്താവേ. മഹാമാരി ബഹിഷ്കരിക്കപ്പെടട്ടെ കർത്താവേ, തിന്മകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ കർത്താവേ, ശാപങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ കർത്താവേ, ദുർവൃത്തികൾ ബഹിഷ്കരിക്കപ്പെടട്ടെ കർത്താവേ, കലഹങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ കർത്താവേ,
കടബാധ്യതകൾ വിട്ടുമാറട്ടെ കർത്താവേ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ കർത്താവേ. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ കർത്താവേ. കലഹത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ കർത്താവേ. ആത്മഹത്യയുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ കർത്താവേ. ദുർമരണങ്ങളുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ കർത്താവേ. തകർച്ചകളുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ കർത്താവേ. ഉയർച്ചയില്ലാത്ത അവസ്ഥകളുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് അത്ഭുതം നടക്കട്ടെ. നിന്റെ കുടുംബത്തിൽ ഇന്ന് അത്ഭുതം നടക്കട്ടെ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകളെല്ലാം അഴിഞ്ഞു പോകട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താ എന്നെ കഴുകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകം മുഴുവനും വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് പാടിക്കേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താ എന്നെ കഴുകണമേ. ലോകത്തെ മുഴുവൻ കഴുകണമേ ഈശോയേ. യേശുവേ, വിളിച്ച് എല്ലാരും വിളിച്ച് യേശുവേ. വിളിച്ച മക്കളെ വിളിച്ച് എന്നെ കഴുകണമേ. എന്നെ കഴുകണമേ. എന്റെ പാപങ്ങള്, അകൃത്യങ്ങൾ, എന്റെ ദുഷ്ടതകള്, തിരുരക്തത്താ എന്റെ സ്വാർത്ഥത, ഞാൻ എന്ന പാവങ്ങളെല്ലാം എന്നെ കഴുകണമേ. ഒരിക്കൽ കൂടെ വിളിച്ച മക്കളെ യേശുവേ. യേശുവേ, നിലവിളിച്ച് വിളിച്ച് മക്കൾക്ക് വേണ്ടി വിളിച്ച്, വിദേശങ്ങളിലുള്ളവർക്ക് വേണ്ടി വിളിച്ച്, മാരക രോഗം ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി വിളിച്ച്, അത്ഭുതം നടക്കട്ടെ. വിളിച്ച് 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 സ്വർഗം നിന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. നിന്റെ ക്ലേശങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നു. നിന്റെ രോഗത്തിന് ഉത്തരം നൽകുന്നു. നിന്റെ ക്യാൻസർ ബഹിഷ്കരിക്കാൻ കഴിയുന്ന തമ്പുരാനാണ് തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി വിളിച്ച് യേശുവേ. വിളിച്ചോ, വിളിച്ചോ, നിലവിളിച്ചു വിളിച്ചോ മക്കളെ, നിലവിളിച്ചോ. വലിയ അഭിഷേകം ലഭിക്കട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. ശാപത്തിന്റെ കെട്ടുകൾ വിട്ടുമാറട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുമാറട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. മഹാമാരികൾ വിട്ടുമാറട്ടെ. പകർച്ചവ്യാധികൾ വിട്ടുമാറട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോയെ, എന്റെ ഈശോയെ, ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. In the name of Jesus. കർത്താവേ, നിന്റെ ശക്തി, നിന്റെ നാമത്തിന്റെ ശക്തി ലോകത്തിന്റെ മേൽ, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വൈദികർ അനുഗ്രഹിക്കപ്പെടട്ടെ. മെത്രാന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ അധികാരികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭരണാധികാരികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡോക്ടർമാർ അനുഗ്രഹിക്കപ്പെടട്ടെ. നഴ്സുമാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഭരണാധികാരികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകം മുഴുവനുമുള്ള ശാസ്ത്രജ്ഞന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ശക്തി തരണമേ. പരിശുദ്ധാത്മാവിനെ തരണമേ. ബന്ധനം അഴിക്കണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും, സാധിക്കുന്ന എല്ലാ ദിവസവും ഞാൻ വത്തിക്കാൻ്റെ മുൻപിലേക്ക് ചെല്ലും. അവിടെ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും രൂപങ്ങൾ നമ്മുടെ ബസിലിക്കയുടെ മുൻപിൽ അവിടെ രൂപങ്ങൾ പ്രദർശിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി നിന്ന് സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. എൻ്റെ രൂപതയ്ക്ക് വേണ്ടി, എൻ്റെ മെത്രാന് വേണ്ടി, എൻ്റെ വൈദികർക്ക് വേണ്ടി, എൻ്റെ ഭാരതത്തിന് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ അച്ഛൻ, ഒരു രാജൻ ഫൗസ്തോ എന്നൊരു അച്ഛനും കൂടി വന്ന് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടിയായി കരുണക്കൊന്ത് ചൊല്ലുന്നത്. വലിയ ലോകം മുഴുവനും വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് എനിക്ക് കിട്ടിയ വലിയ ഒരു കൃപ എന്ന് പറയുന്നത് വിശുദ്ധ പത്രോസിനോടുള്ള വലിയൊരു സ്നേഹമാണ്. പത്രോസ് ഇങ്ങനെ താക്കോലൊക്കെ പിടിച്ച് നമ്മുടെ ഈ ഷെക്കേന ടെലിവിഷൻ കേന്ദ്രമായ ഈ സ്ഥലത്ത് അവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ചാപ്പലിൻ്റെ മുൻപിലും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും വലിയ പടങ്ങളുണ്ട്. വലിയ അഭിഷേകം, വലിയ പ്രൊട്ടക്ഷനാണ്.
അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര സ്നേഹം പത്രോസിനോട് തോന്നിയിട്ടുണ്ട്. പത്രോസിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും പത്രോസിൻ്റെ ബസിലിക്കയുടെ മുൻപിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട്. ഇന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ, കാരണം കത്തോലിക്ക സഭയുടെ അധികാരം ഈ ദിവസങ്ങൾ ഇന്നും നാളെ ഉപയോഗിക്കപ്പെടണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പത്രോസ്, പ്രത്യേകിച്ച് നാളെ നമ്മൾ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയാണ്, ബാധകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്, തിന്മകളുടെ സ്വാധീനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്, കിടപ്പ് രോഗികൾ ചാടി എഴുന്നേൽക്കുന്ന ദിവസമാണ്, ആ തിന്മയുടെ സ്വാധീനങ്ങൾ ബഹിഷ്കരിക്കുന്ന ദിവസമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നട്ടലിൻ്റെ പൊട്ടലുകൾ സുഖപ്പെടുന്നത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ നട്ടലിൽ പൊട്ടിയ 5 പേരെ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ആ നട്ടലിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന് അവരെ സുഖപ്പെടുത്തുന്ന വലിയൊരു അഭിഷേക കർത്താവ് തരിക. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഇങ്ങനെ കർത്താവ് രോഗശാന്തി കൊടുക്കുന്ന കർത്താവാണ്, കർത്താവ് വിടുതൽ കൊടുക്കുന്ന കർത്താവാണ്. അപ്പോൾ എനിക്ക് അനുഭവവേദ്യമായതാണ് പലപ്പോഴും വളരെ നിഷ്കളങ്കമായ എളിമയുള്ള പ്രാർത്ഥന. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എന്നിട്ടും നീ എനിക്ക് പൗരോഹിത്യം എന്ന മഹാദാനം നൽകി എന്നെ അനുഗ്രഹിച്ചുവല്ലോ. ചില സമയങ്ങളിൽ കർത്താവ് നല്ല നല്ല കൃപ നൽകുമ്പോൾ പറയും, ഇൻ ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റ്ഹുഡ്, എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കൃപാരുടെ ശക്തിയാൽ അത്ഭുതം നടക്കട്ടെ, ബ്ലസ് പവർ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ അനവധി പേർക്ക് സൗഖ്യത്തിന്, അച്ഛന് സാക്ഷ്യങ്ങൾ പറയാനായിട്ട് അധികം സമയമില്ല, എങ്കിലും ഞാനിപ്പോഴും ഓർക്കുന്നത് തലശ്ശേരി രൂപതയുടെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു രക്തസ്രാവമുള്ള ഒരു സഹോദരി, ചെറുപ്പക്കാരി, അവർ നിലവിളിച്ച് പറഞ്ഞു, അച്ഛാ എൻ്റെ വിവാഹ ജീവിതം അപകടത്തിലാണ്. കാരണം നിലക്കാത്ത രക്തസ്രാവം നിമിത്തം ഞാൻ ആകെ അസ്വസ്ഥയാണ്, ഇനി ആത്മഹത്യ ചെയ്താൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാര്യം കൂടിയാണ്. അന്നത്തെ കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസം വൈകുന്നേരം കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ചും കർത്താവ് ദാനമായി നൽകിയ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ആ മകളെ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി. മക്കളെ, ഇത് ഈശോയുടെ മുൻപിൽ നിന്ന് പറയുന്ന സാക്ഷ്യമാണ്. ഇതേപോലെ ഇന്ന് അനേക രക്തസ്രാവമുള്ള സഹോദരിമാരെ കർത്താവ് സുഖപ്പെടുത്തുന്ന അഭിഷേകമാണ്. അപ്പോൾ അതിന് കർത്താവിന് കഴിവുണ്ട്, കർത്താവിൻ്റെ പൗരോഹിത്യത്തിന് അതിനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അച്ഛൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇത്തിരി സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഈശോയെ നോക്കി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ പത്രോസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പം ഞാൻ ഇന്ന് പത്രോസിൻ്റെ അധികാരത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ പത്രോസിൻ്റെ ഒരു അത്ഭുതം നടക്കുന്നത് നടപടി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വചനമാണ്. അതായത് പത്രോസും യാക്കോബും കൂടി ഒരു ദിവസം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ സുന്ദര കവാടത്തിനടുത്ത് ജന്മനാ മുടന്തനായ ഒരു വ്യക്തി അവിടെയുണ്ട്. പത്രോസും യാക്കോബും എന്തെങ്കിലും തരുമെന്ന് ഓർത്ത് ആ മുടന്തനായ വ്യക്തി കരങ്ങൾ നീട്ടുകയാണ്. പത്രോസ് പോക്കറ്റിൽ കയറ്റി നോക്കി, ഒന്നുമില്ല എന്ന് പത്രോസിന് മനസ്സിലായി. എന്നാൽ ഈ അന്ധൻ ഈ മുടന്തൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്ത് കരങ്ങൾ നീട്ടിപ്പിടിച്ച് നിൽക്കുക. ഉടനെ ഇത് പഴയ പത്രോസ് അല്ല, പെന്തക്കോസ്തയുടെ അഭിഷേകം കിട്ടിയ പത്രോസാ, ദൈവാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ പത്രോസാ. ഉടനെ പത്രോസ് പറഞ്ഞു, മോനെ, എൻ്റെ കൈവശം സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷെ എൻ്റെ കൈവശമുള്ള ഏറ്റവും വലുത് ഞാൻ നിനക്ക് തരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പവർ. ഇപ്പോഴും വീട്ടിൽ കിടപ്പ് രോഗികളുണ്ട് അനവധി പേര്, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്. ഇതാ കർത്താവായ പത്രോസിനോട് ചേർന്ന് നിന്ന് കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച്
എല്ലാ കിടപ്പ് രോഗികളുടെ മേൽ ഈശോയുടെ ശക്തി ഇറങ്ങി വരുവാൻ ഇതാ പത്രോസിനെ പോലെ കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. Power, the name of Jesus, the name of my priesthood, the name of the Holy Catholic Church, power, bless, അത്ഭുതം നടക്കട്ടെ. പറഞ്ഞേ ആമേൻ, ആമേൻ, പറഞ്ഞേ ആമേൻ, ആമേൻ, പറഞ്ഞേ ആമേൻ, ആമേൻ. നമുക്കറിയാം, ആ പത്രോസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ ചാടി എഴുന്നേറ്റ് മാനിനെ പോലെ തുള്ളിച്ചാടിക്കൊണ്ട് ഭവനങ്ങളിലേക്ക് പോകുക. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു സംഭവം പത്രോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇത് 9-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഏകദേശം 8 വർഷം പഴക്കമുള്ള ഒരു തളർവാദ രോഗം. ആ വ്യക്തിയുടെ പേര് ഐനയാസ് എന്നാണ്. ഐനയാസ് ഇദ്ദേഹം ഇങ്ങനെ തളർന്നു കിടക്കുക. ഇതാ പത്രോസ് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. ഇത് ഒരു വലിയൊരു ഫോർമുല ഉപയോഗിക്കുന്നത്. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ഫോർമുല ഉണ്ടല്ലോ, അതേ ഫോർമുല പത്രോസ് ഉപയോഗിച്ചുകൊണ്ട് പറയാ, ഐനയാസേ, ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ഈ വചനം കേട്ടുകൊണ്ട് കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, വീൽ ചെയറിലുണ്ടെങ്കിൽ, തളർവാദ രോഗികളുണ്ടെങ്കിൽ, അതേ പത്രോസ് അന്ന് ഉപയോഗിച്ച അതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു, സഹോദര സഹോദരി, ചാടി എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവായ ഈശോ കൃപ നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ അടിച്ച് കർത്താവിനോട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ ഈശോയുടെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. യേശുവേ, തൊടേണമേ, യേശുവേ, സൗഖ്യം നൽകേണമേ. ഏത് രോഗങ്ങളാകട്ടെ, ഏത് തളർച്ചകളാകട്ടെ, ഏത് അസ്വസ്ഥതകളാകട്ടെ, ഏത് ബന്ധനങ്ങളാകട്ടെ, യേശുവിന്റെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഗായകനോട് ചേർന്ന് പാടാമോ? യേശുവേ, അത്ഭുതം നടക്കട്ടെ കർത്താവേ. The name of Jesus, the name of my priesthood, the blessed sacrament, the name of the blessed sacrament. യേശുവേ, അത്ഭുത ശക്തി ഒഴുകട്ടെ. എല്ലാ പാപങ്ങളും വിട്ടുമാറട്ടെ. ലോകത്തിന് മേലുള്ള ശാപങ്ങൾ വിട്ടുമാറട്ടെ. ഒരിക്കൽ കൂടെ നിലവിളിച്ചുകൊണ്ട് പാടിക്കേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ പാറട്ടെ. തിന്മകൾ നിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. പത്രോസിന്റെ ജീവിതത്തിൽ 3-ാമത്തെ സംഭവം 9-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 36 മുതൽ നാം വായിക്കുന്നുണ്ട്. അവിടെ സഭയെ സ്നേഹിച്ചിരുന്ന ഒരു വനിതയുണ്ടായിരുന്നു. അവളുടെ പേര് തബീത്ത എന്നായിരുന്നു. അവൾ വളരെ നല്ല ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോസ്തലന്മാരെ ശുശ്രൂഷിക്കും, സഭയെ സ്നേഹിക്കും, അങ്ങനെയുള്ള നല്ല വിശ്വസ്തയായ. പെട്ടെന്ന് അവർ മരണമടഞ്ഞു. മാൻപേട എന്നാണ് തബീത്ത എന്ന വാക്കിനർത്ഥം. അത് മാൻപേടയെ പോലെയുള്ള ഒരു സഹോദരിയായിരുന്നു. അവൾ പെട്ടെന്ന് മരണമടഞ്ഞു. ഇതിൽ അവിടെ ഉണ്ടായിരുന്ന ആദിമ ക്രൈസ്തവ സഭ മുഴുവൻ വിഷമിച്ചു. ഈ സമയത്താണ് പത്രോസ് അങ്ങോട്ട് ചെല്ലുന്നത്. ആരാണ് പത്രോസ്? പഴയ പത്രോസ് അല്ല, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അല്ല. പെന്തക്കോസ്ത അഭിഷേകത്തിന് ശേഷം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലയുള്ളതാണ് കർത്താവായ ഈശോ എന്ന് തിരിച്ചറിഞ്ഞ പത്രോസാണ്. ഈ പത്രോസാണ് തബീത്തയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. തബീത്തയുടെ മൃതശരീരം അവളുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ്. അവിടേക്ക് പത്രോസ് കടന്നു ചെല്ലുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ജായിറൂസിന്റെ മകളെ സുഖപ്പെടുത്താനായിട്ട് കർത്താവ് കടന്നു ചെന്ന് അവളെ പിടിച്ചു ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ അതേ ഫോർമുല കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ചെയ്യുന്ന അഭിഷേകമാണ് 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. തബീത്തയുടെ റൂമിൽ ചെന്ന് പത്രോസ് അതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, ജീവന്റെ നാഥനും രക്ഷകനും മരണത്തെ തോൽപ്പിക്കുന്നവനുമായ കർത്താവ് യേശുവിന്റെ നാമത്തിൽ. പത്രോസ് എല്ലാവരും പുറത്താക്കിയ ശേഷം മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, തബീത്ത, പവർ, എഴുന്നേൽക്കൂ, നീ എഴുന്നേൽക്കൂ. ആ നിമിഷം തബീത്ത എഴുന്നേൽക്കുകയാണ്. അവള് മരണത്തിൽ നിന്ന് തിരികെ വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഇന്ന് മരണഭയത്തിലാണ്. നമുക്കറിയാം, മഹാമാരിയും കോവിഡും ഈ വൈറസ് എല്ലാം പലരും ഭയത്തിലാണ്. ഇതാ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മരണത്തെ തോൽപ്പിക്കുന്നത് കാണുകയാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോടൊപ്പം ചേർന്ന് നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ലോകത്തിന് നോക്കിക്കൊണ്ട് പറയാം, തബീത്ത, എഴുന്നേൽക്കൂ. ഈ ലോകം തിരികെ എഴുന്നേൽക്കട്ടെ. എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, ദുഷ്ടശക്തികളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും, അന്ധകാര സേനകളിൽ നിന്നും, സാത്താന്റെ കെട്ടുകളിൽ നിന്നും, ശാപകെട്ടുകളിൽ നിന്നും ലോകം എഴുന്നേൽക്കട്ടെ. In the name of Jesus, the name of my priesthood, the name of the Holy Spirit, blessed sacrament, or rebuke, and I command every spirit of evil to depart from your house. നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഗായകനോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഈശോയെ, വിടുതൽ ലഭിക്കട്ടെ, മോചനം ലഭിക്കട്ടെ, പാപം വിട്ടുമാറട്ടെ, ശാപം വിട്ടുമാറട്ടെ, അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ കൃപകളുടെ വരങ്ങള് തിരികെ ലഭിക്കട്ടെ. ജ്ഞാനാഭിഷേകം ലഭിക്കട്ടെ, വചനാഭിഷേകം ലഭിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ ക്രമരാഹിത്യങ്ങൾ വിട്ടുമാറട്ടെ. പ്രകൃതി അനുഗ്രഹിക്കപ്പെടട്ടെ, നാട് അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ തിരുരക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. കഴുകേണമെന്നെ ഇന്ന്. ചൊറി, ചിരങ്ങ്, അലർജി രോഗങ്ങൾ, തുമ്മല്, കണ്ണുവേദനകളെല്ലാം മാറിപ്പോകട്ടെ. പൊന്നു കർത്താവേ, ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കരുണ തോന്നണേ. ലോകത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നിൽ അലിവ് തോന്നണേ. യേശുവേ, നമ്മുടെ ബിഷപ്പുമാരോട് ചേർന്ന് എല്ലാവരും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, രോഗിയാണു ഞാൻ യേശുവേ, നാഥാ, സൗഖ്യമേകണേ. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിച്ച് കരുണ തോന്നണേ. തലവേദനകൾ, തലയിറക്കങ്ങൾ, തലമരവിപ്പുകളെല്ലാം വിട്ടുമാറട്ടെ. എന്നിൽ അലിവ് തോന്നണേ. നെഞ്ചരിച്ചില്, വയറ്റിലെ മുഴകള്, അൾസറുകൾ വിട്ടുമാറട്ടെ. രോഗിയാണു ഞാൻ, ഭവനമില്ലാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. നാഥാ, സൗഖ്യമേകണേ. ഭവനം വാങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കരുണ തോന്നണേ. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയേ, എല്ലാ അന്ധകാര ശക്തികൾ ലോകത്ത് നിന്ന് വിട്ടുമാറട്ടെ. കരുണ തോന്നണേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദാവീദിനെ പോലെ നിലവിളിക്കുന്നു. ഈശോയേ, ഞങ്ങളെ രക്ഷിക്കണമേ, ലോകത്തെ രക്ഷിക്കണമേ. കരുണ തോന്നണേ. മഹാമാരിയിൽ നിന്ന്, പ്രളയങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കരുണ തോന്നണേ. ഒരു അന്ധകാര ശക്തിയും പ്രബലപ്പെടാൻ അവിടുന്ന് അനുവദിക്കല്ലേ. ഈശോയേ, എന്റെ കർത്താവേ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ.
യേശുനാമം എന്നിൽ അധികാരമുള്ള നാമം. അലിവു തോന്നണേ. പാപിയാണു ഞാൻ യേശുവേ, നാഥാ, പാപിയാണു ഞാൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നല്ല സന്തോഷത്തോടെ പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്. ഈശോനെ വിളിച്ച് ഈശോയേ, ഈശോയേ, ഈശോ, 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 ഈശോ. ഈശോ. പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ നാമമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അത്ഭുത നാമമാണ്. അതിൽ ആ ഈശോ നാമം നിരന്തരം ഉരുവിടുക. നമുക്കറിയാം, അയർലൻഡിലെ വിശുദ്ധ പാട്രിക്, അയർലൻഡിൽ പാമ്പുകളുടെ ശല്യം പെരുകിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചെന്ന് പറഞ്ഞു, അയ്യോ മെത്രാനേ, ഞങ്ങൾക്കിതാ ഉറങ്ങാൻ പറ്റുന്നില്ല, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഈ സർപ്പങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ പറമ്പിൽ, ഞങ്ങളുടെ കളിസ്ഥലങ്ങളിലെല്ലാം ഈ സർപ്പങ്ങൾ വന്ന് പെരുകിയിരിക്കുക. അയർലൻഡിൽ വിശുദ്ധ പാട്രിക് തൻ്റെ കയ്യിലിരുന്ന കുരിശുമെടുത്ത് ആ തെരുവീതികളിലൂടെ ഇപ്രകാരം പറഞ്ഞു, ഈശോ, 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 ഈശോ. ഇത് കരങ്ങളടിച്ച മക്കളെ, ഈശോ അത്ഭുതം പ്രവർത്തിച്ച്. വിശുദ്ധ അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിൻ്റെ ചരിത്രം പറയുന്നത്, പിന്നെ അയർലൻഡിൽ പാമ്പുകളുടെ ശല്യം കൃഷിസ്ഥലത്തോ ഭവനങ്ങളിലോ ഉണ്ടായില്ല എന്നാണ്. നമുക്കറിയാം, കുർദിസ്ഥാനിലെ വിശുദ്ധ ക്രിസ്റ്റീനയെക്കുറിച്ച്. വിശുദ്ധ ക്രിസ്റ്റീന ഒരു അടിമപ്പെണ്ണായിരുന്നു. ആ നാട്ടിലെ ഒരു ആചാരം ഇതാണ്, ആർക്കെങ്കിലും അസുഖം വന്നാൽ, ഇപ്പോൾ വൈദ്യന്മാർ സഹായിക്കാൻ പറ്റിയില്ല എങ്കിൽ ഓരോ വീട്ടിലും ചെന്ന് ചോദിക്കും, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ, എൻ്റെ സഹോദരനെ രക്ഷിക്കാൻ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും മരുന്നുണ്ടോ? അങ്ങനെ ഒരു സഹോദരി തൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ആയപ്പോൾ വൈദ്യന്മാർ കൈയൊഴിഞ്ഞപ്പോൾ എല്ലാ ഭവനങ്ങളിൽ ചെന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒരു മന്ത്രം ഉണ്ടോ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ? ഏറ്റവും അവസാനം വിശുദ്ധ ക്രിസ്റ്റീനയുടെ അടുത്ത് ചെല്ലുക. ക്രിസ്റ്റീന പറഞ്ഞു, ഉണ്ട്. ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈശോ, 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 ഈശോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുർദിസ്ഥാനിലെ വിശുദ്ധ ക്രിസ്റ്റീനയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്, അത്ഭുതകരമായ സൗഖ്യം കൊടുത്ത് കുഞ്ഞ് സൗഖ്യം കിട്ടുകയാണ്, അത്ഭുതം നടക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രിഗരിയുടെ ജീവിത ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഗ്രിഗരി കുഞ്ഞായിരിക്കുമ്പോൾ ഗ്രിഗരിയുടെ അപ്പൻ മാരകമായ രോഗം പിടിച്ച് മരണത്തോട് മല്ലടിക്കുകയാണ്. കുഞ്ഞുറങ്ങാൻ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഈശോയെ, എൻ്റെ അപ്പനെ സുഖപ്പെടുത്തണമേ. ഉറക്കത്തിലൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമം എഴുതി അപ്പൻ്റെ തലയണയുടെ അടിയിൽ വെക്കാൻ. കുഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞു, അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ട് മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഈശോയുടെ നാമം എഴുതി അപ്പൻ്റെ തലയണയുടെ അടിയിൽ വെക്കാൻ. അവന് കുഞ്ഞ് എഴുതി വെച്ചു, യേശു, ഈശോ എന്ന നാമം എഴുതി തൻ്റെ അപ്പൻ്റെ തലയണയുടെ അടിയിൽ വെച്ചു. വിശുദ്ധ ഗ്രിഗരിയുടെ ജീവിത ചരിത്രം പഠിപ്പിക്കുകയാണ്, അന്ന് വൈകുന്നേരമായപ്പോൾ അപ്പൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം തരാൻ പോകുകയാണ്. നിങ്ങൾ ഈശോ, ഈശോ, ഈശോ എന്ന് വിളിച്ചുകൊണ്ട് വേണം ഈ ആശീർവാദത്തിൽ പങ്കുകൊള്ളുവാൻ. ആ സമയത്ത് നിങ്ങളെ ബാധിച്ച എല്ലാ തിന്മകള്, എല്ലാ അസ്വസ്ഥതകള്, എല്ലാ രോഗങ്ങള് യേശു നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടും. പവർ, യേശു നാമത്തിന്റെ ശക്തി. ആമേൻ പറഞ്ഞേ, ആമേൻ, ആമേൻ പറഞ്ഞേ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും. ഈശോയെ, 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 ഈശോയെ സ്തുതിക്കട്ടെ. യേശുനാമം വിളിച്ച് സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. കാൽവരി നാഥാ, കരുണാമയാ